മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ മൊഡ്യൂൾസ്, അതായത് നമുക്ക് 10 മൊഡ്യൂൾസ് ഉണ്ട്. ഈ മൊഡ്യൂൾസിനെ ബേസ് ചെയ്ത്, ആ മൊഡ്യൂൾസിൻ്റെ സിലബസിനെ ബേസ് ചെയ്ത് നമ്മളുടെ കേരള PSCയിൽ ഏതൊക്കെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പോൾ ഏതൊക്കെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ നമ്മുടെ സിലബസിനെ ബേസ് ചെയ്ത് മാത്രം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളുടെ 2019 ശേഷമുള്ള, അത് 2020 തൊട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളുടെ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് കേരള PSCക്ക് ഏതൊക്കെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ അതായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനകത്ത് കവർ ചെയ്യാനായിട്ട് പോകുന്നത്. പല ക്വസ്റ്റ്യൻസും റെപ്പറ്റീഷനാണ്. പല ക്വസ്റ്റ്യൻസിലും ഒരു എക്സാമിന് ഇന്ന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിൻ്റെ ഓപ്പോസിറ്റ് രീതിയിൽ അടുത്ത എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. പല ഏരിയാസും നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഇത് നമ്മൾ മൊഡ്യൂൾ വൈസാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 അങ്ങനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 മൊഡ്യൂൾസാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2 ഇനോർഗാനിക്കും 2 ഫിസിക്കൽ മൊഡ്യൂൾസും. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പ്യുവർലി ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. കേരള PSCയിൽ ചോദിച്ചേക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളുടെ സിലബസിനെ ബേസ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ ആ മൊഡ്യൂൾ 1 എന്തൊക്കെ ടോപ്പിക്ക് വരുന്നുണ്ടോ ആ ടോപ്പിക്കിനെ ബേസ് ചെയ്ത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും ഒരു ക്വസ്റ്റ്യൻസ് പോലും എക്സ്ട്രാ വന്നിട്ടില്ല, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കാം നമുക്ക്. സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മളുടെ മൊഡ്യൂൾ 1 മൊഡ്യൂൾ 1 നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അറ്റോമിക് സ്ട്രക്ചർ ഉണ്ട്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് ക്വാണ്ടം മെക്കാനിക്സ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 നമുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ അറ്റോമിക് സ്ട്രക്ചറിനെ ബേസ് ചെയ്തും കെമിക്കൽ ബോണ്ടിങ്ങിനെ ബേസ് ചെയ്തും ക്വാണ്ടം മെക്കാനിക്സിനെ ബേസ് ചെയ്തും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് PSCക്ക് ചോദിച്ചിട്ടുണ്ടോ എക്സാംസിന്, പ്രീവിയസ് ഇയർ എക്സാംസിന്, ആ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, വർക്കൗട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. A solution of HCl in water is 10% HCl by mass. Find the mole fraction of HCl. ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ചെയ്ത് നോക്കാം നമുക്ക് എന്തായാലും. ഓക്കെ, സോ തന്നിരിക്കുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്, അതായത് 10% HCl by mass എന്നാണ് ക്വസ്റ്റ്യനകത്ത് നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്നത് 10% HCl by mass ആണ്. അതായത് നമുക്ക് തന്നിരിക്കുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. എങ്ങനെ നമ്മൾ മാസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്? മാസ് ഓഫ് വൺ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻറ്റു 100 അല്ലേ. അപ്പം 10% HCl ബൈ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഗ്രാം HCl അല്ലേ. 10 ഗ്രാം HCl എത്ര ഗ്രാം വെള്ളത്തിൽ? 90 ഗ്രാം വെള്ളത്തിൽ. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. 100 ഗ്രാം അല്ല, 90 ഗ്രാം വെള്ളമാണ്. കാരണം രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്, 100 ഗ്രാം സൊല്യൂഷൻ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അല്ലെങ്കിൽ 100 മാസ് പെർസെൻ്റ് അല്ല, വെയിറ്റ് ആണ്. സോ 100 ഗ്രാം സൊല്യൂഷൻ നമ്മൾ പറയുന്നത്. അപ്പം 10 ഗ്രാം HCl 90 ഗ്രാം വാട്ടറിലാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഈ മാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പം 10 ഗ്രാം HCl എടുക്കുന്നു, എത്ര ഗ്രാം വെള്ളത്തിൽ? 90 ഗ്രാം വെള്ളത്തിൽ. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. മോൾ ഫ്രാക്ഷൻ ഓഫ് HCl ആണ് ചോദിച്ചേക്കുന്നത്. ഒരാളുടെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, ഇപ്പം മോൾ ഫ്രാക്ഷൻ ഓഫ് HCl എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് അല്ലേ. HClന്റെ നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് HCl കൂടെ ഉൾപ്പെടും. ഇപ്പം നമ്മുടെ ആരിലൊക്കെ ഉള്ളത് HCl ഉണ്ട്, വെള്ളമുണ്ട്. കാരണം HCl സൊല്യൂഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അല്ലെങ്കിൽ നമ്മളുടെ ഓക്കെ, അപ്പം എന്താ HCl ഉണ്ട്, അതിനൊക്കെ തന്നെ H2 ഉണ്ട് അല്ലേ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എടുക്കാം, അതേ കണക്ക് തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആരും എടുക്കാം, വെള്ളവും എടുക്കാം. ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ, മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റൂ. നമുക്ക് മാസ് പെർസെൻറ്റേജും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ നമ്മുടെ ഒരു സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ആണ് അല്ലേ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്, നമ്പർ ഓഫ് മോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്പർ ഓഫ് മോൾസിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓരോരുത്തർക്കായിട്ട് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ആദ്യം HClന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl. ഓക്കെ, സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl.
HClന്റെ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എന്ന് പറയുന്നത് എന്തുവാ? ഗിവൺ മാസ് ഓഫ് HCl അല്ലേ, വെയിറ്റ് ഓഫ് HCl ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് HCl. ഇതിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl അല്ലേ, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. എത്ര ഗിവൺ മാസ്? 10 ഗ്രാം ആണ് അല്ലേ, 10 ഗ്രാം. 10 ഡിവൈഡഡ് ബൈ HClന്റെ വെയിറ്റ് എത്രയാണ്? HClന്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ എച്ചിൻ്റെ വെയിറ്റും സിഎലിൻ്റെ വെയിറ്റും കൂടെ കൂട്ടുക. എച്ചിൻ്റെ വെയിറ്റ് 1 ആണ്, സിഎലിൻ്റെ വെയിറ്റ് 35.5 ആണ്. ദാറ്റ് ഈസ് 36.5. 36.5 10 ഡിവൈഡഡ് ബൈ 36.5. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് വെള്ളം പറ. നമ്പർ ഓഫ് മോൾസ് ഓഫ് H2. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്ന? ഗിവൺ മാസ് എത്ര? ഗിവൺ മാസ് 90 അല്ലേ, 90. ഗിവൺ മാസ് 90 ഡിവൈഡഡ് ബൈ മോളാർ മാസ്. H2ൻ്റെ മോളാർ മാസ് എത്ര? എച്ചിൻ്റെ 1, 2H ആയപ്പോൾ 2, ഓക്സിജൻ്റെ 16, 16ഉം 2ഉം 18. സോ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന് വരും അല്ലേ. 18 × 5 ആണ് 90 വരുന്നത്. അപ്പം നമ്പർ ഓഫ് മോൾസ് ഓഫ് H2 5 ആണ്. മറ്റേ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. 36.5 ജസ്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്ത് പറയാം. നമ്മൾ കാൽക്കുലേറ്റർ നോക്കി ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് അല്ലാതെ ചെയ്ത് നോക്കുക. 10 ഡിവൈഡഡ് ബൈ 36.5 നമുക്ക് വാല്യൂ വരുന്നത് 0.273 ആണ് കേട്ടോ. 0.273 ആണ്. ഓക്കെ, സോ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl എത്രയാണ്? 0.273 അല്ലേ. 0.273 ഡിവൈഡഡ് ബൈ പിന്നെന്ത് വന്നിരിക്കുന്നത്? 0.273 അല്ലേ. 0.273 പ്ലസ് 5 അല്ലേ. 0.273 പ്ലസ് 5. ഓക്കെ, അപ്പം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 0.273 ഡിവൈഡഡ് ബൈ 0.273 പ്ലസ് 5. നമുക്ക് ആൻസർ കിട്ടുന്നത് 0.0517 ആണ്. 0.0517 ഇതാണ് നമുക്ക് എന്തായിട്ട് കിട്ടിയിരിക്കുന്നത്? ആൻസറായിട്ട് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? ആൻസറായിട്ട് വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇതൊരു +2 ലെവൽ സൊല്യൂഷനെ ബേസ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ്. അപ്പം നമുക്ക് മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. മാസ് പെർസെൻറ്റേജ് എന്താണെന്ന് മനസ്സിലാക്കുക. 10% HCl ബൈ മാസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ബൈ മാസ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആലോചിക്കുക അത് മാസ് പെർസെൻറ്റേജ് ആണ് കേട്ടോ. ബൈ മാസ് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആലോചിക്കുക അത് മാസ് പെർസെൻറ്റേജ് ആണ്. ബൈ വോളിയം എന്നായിരുന്നെങ്കിൽ അത് വോളിയം പെർസെൻറ്റേജ് ആയാണ്. അപ്പോഴും ഇത് തന്നെ ഇക്വേഷൻ. വോളിയം പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത് എന്താ, ഇത്ര വോളിയം ഇത്ര ml, 100 ml ആണ്. അത് ടോട്ടൽ സൊല്യൂഷൻ 100 ml ആയിരിക്കണം. ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളും പെടും, നമ്മുടെ മറ്റേ ആളും പെടും, രണ്ടുപേരും പെടും. ഇപ്പോൾ HCl വെള്ളത്തിലിടുകയെന്ന് വെച്ചാൽ HClൻ്റെ വെള്ളത്തിൻ്റെയും കൂടെ മാസ് 100 ഗ്രാം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ എത്ര HCl ഉണ്ട്, അതാണ് HClൻ്റെ മാസ് പെർസെൻറ്റേജ് കേട്ടോ. അതൊന്ന് കറക്റ്റ്. സൊല്യൂട്ടിൻ്റെ എമൗണ്ട് എത്ര, ഈ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് ആണ് ഈ മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം, പാർട്സ് പെർ മില്യൺ, മൊളാലിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ എല്ലാം. ഓക്കെ, സോ അതിൽ നിന്ന് നമുക്ക് ഇപ്പം 10% HCl ബൈ മാസ് എന്ന് പറഞ്ഞാൽ 10 ഗ്രാം HCl ടോട്ടൽ സൊല്യൂഷൻ 100 ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മാസ് പെർസെൻറ്റേജ് 10% കിട്ടത്തുള്ളൂ. ടോട്ടൽ 100 ആയിരിക്കണമെങ്കിൽ വെള്ളം 90 ആയിരിക്കണം. കാരണം 10 ഓൾറെഡി HCl ഉണ്ട്. സോ 90 ആണ് വെള്ളം. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ഇതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? മോൾ ഫ്രാക്ഷൻ ഓഫ് HCl ആണ്. മോൾ ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് HCl കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് HClൻ്റെ മോൾസ് തന്നിട്ടില്ല, വെയിറ്റ് തന്നിട്ടുണ്ട്. HClൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിച്ചതാണ്, 10 ഗ്രാം ആണ്. അപ്പം വെയിറ്റ് തന്നാൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത് വെയിറ്റിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ HClൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനായിട്ട് HClൻ്റെ വെയിറ്റ് ആയ 10നെ HClൻ്റെ മോളാർ മാസായ 36.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് കണക്ക് തന്നെ H2ൻ്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ H2ൻ്റെ വെയിറ്റ് ആയ 90നെ H2ൻ്റെ മോളാർ മാസായ 18 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ നമുക്ക് 5 കിട്ടുന്നു, മറ്റേ 0.273 കിട്ടുന്നു. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്നു, എന്താ ആൻസർ ആവും. ക്ലിയർ? ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനിയിപ്പം വെള്ളത്തിൻ്റെ മോൾ ഫ്രാക്ഷൻ കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ സെപ്പറേറ്റ് കണ്ടുപിടിക്കാൻ നിൽക്കേണ്ട. കാരണം നമ്മുടെ ഈ 2 കമ്പോണൻ്റ് ആണുള്ളത്, HClഉം അതേ കണക്കാണ് H2. സോ 2 പേരുടെയും കൂടെ മോൾ ഫ്രാക്ഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 1 കിട്ടും. 3 പേരുണ്ടെങ്കിൽ 3 പേരുടെയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടും. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇപ്പം നമ്മുടെ 2 പേരാണുള്ളത്, HClഉം H2യും. 2 പേരുടെയും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 1 വരും. അതിൽ ആരുടെ നമുക്കറിയാം? HClൻ്റെ നമുക്കറിയാം. അത് ജസ്റ്റ് കൊടുക്കുക, 0.0517 പ്ലസ് മോൾ ഫ്രാക്ഷൻ ഓഫ് H2O ഈക്വൽ ടു 1. ദെൻ മോൾ ഫ്രാക്ഷൻ ഓഫ് H2 എന്ന് പറയുന്നത് 1 മൈനസ് 0.0517. ഇതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് H2ൻ്റെ മോൾ ഫ്രാക്ഷൻ ജസ്റ്റ് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കാം.
ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മീൻസ് ഏത് എക്സാം ആണെന്ന് കൊടുത്തിട്ടില്ല. നമ്മളുടെ സിലബസിനെ ബേസ് ചെയ്യുന്ന എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തേക്കുന്നത് കേട്ടോ. ഓക്കെ, അടുത്തതിലോട്ട് പോകാം. കാരണം നമുക്ക് ആ എക്സാം ബേസ്ഡ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് മൊഡ്യൂൾ വൈസ് അങ്ങ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും മൊഡ്യൂൾ ആകുമ്പോഴത്തേക്ക്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. ദ പോയിന്റ് ഗ്രൂപ്പ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് D∞H. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ലീനിയർ ഷേപ്പാണ്. C++O. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത്. ലീനിയർ മോളിക്കൂളാണ്. അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടുണ്ട് D∞H. D∞H ആണ് അതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ, ശരി, സമ്മതിച്ചു. വിച്ച് പെയർ ഓൾസോ ഹാവ് സെയിം പോയിന്റ് ഗ്രൂപ്പ്. എടാ, ഈ D∞H എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പും C∞V ഈ രണ്ട് പോയിന്റ് ഗ്രൂപ്പും ലീനിയർ ആയിട്ടുള്ള മോളിക്യൂൾസിന് വരുന്നതാണ്. ഓക്കെ, ഏത് മോളിക്യൂൾസിനാ? ലീനിയർ. ഈ രണ്ട് പോയിന്റ് ഗ്രൂപ്പും ലീനിയർ മോളിക്യൂൾസിന് വരുന്നതാണ്. C∞Vയും അതേ കണക്ക് തന്നെ D∞Hഉം. ഇത് രണ്ടും ലീനിയർ മോളിക്യൂൾസിന്റെ കേസിൽ വരുന്ന പോയിന്റ് ഗ്രൂപ്പുകളാണ്. C∞V ആയാലും D∞H ആയാലും ഇത് രണ്ടും ലീനിയർ മോളിക്യൂൾസിന്റെ കേസിൽ വരുന്ന പോയിന്റ് ഗ്രൂപ്പുകളാണ്. ഓക്കെ, ഇനി എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം? കാരണം രണ്ടും ലീനിയറിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എപ്പം നമ്മൾ D∞H യൂസ് ചെയ്യണം, എപ്പം നമ്മൾ C∞V യൂസ് ചെയ്യണം? രണ്ട് എൻഡും സെയിം ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇതാ ഇവിടെ നോക്കിക്കേ, ഓയും രണ്ട് എൻഡും സെയിം ആണ്. രണ്ട് എൻഡുകളും സെയിം ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്റ് ഗ്രൂപ്പാണ് D∞H. രണ്ട് എൻഡുകളും ഡിഫറൻ്റ് ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ദാ HCl ലീനിയർ മോളിക്യൂളാണ്, പക്ഷെ രണ്ട് എൻഡുകളും ഡിഫറൻ്റ് ആണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പോയിന്റ് ഗ്രൂപ്പാണ് C∞V. ഇത് രണ്ടും ലീനിയറിൻ്റെയാണ്. D∞H ആയാലും C∞V ആയാലും ലീനിയർ എന്ന് പറയുന്ന മോളിക്യൂളിൻ്റെ കേസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷെ രണ്ടിടത്തും ഒരേ കണക്കാണെങ്കിൽ നമ്മൾ D∞Hഉം, രണ്ടിടത്തും ഡിഫറൻ്റ് ആണെങ്കിൽ, രണ്ട് എൻഡുകളും ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മളതിനെ C∞V എന്നും വിളിക്കും. ഇത് നമ്മൾ ജസ്റ്റ് ഷേപ്പ് വെച്ചിട്ട് നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. സിമ്പിൾ സാധനമാണ്. ഞാനത് പറയാം. എന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആദ്യം ആൻസർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് D∞H അതേ കണക്ക് വരുന്ന പെയറുകളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണ്ടത് ഒരു ലീനിയർ മോളിക്യൂളാണ്. രണ്ടാമത്തെ കാര്യം, വെറുതെ ലീനിയറായി പോരാ, രണ്ട് എൻഡിലും ഒരേ കണക്ക് ആൾക്കാർ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റൂ, D∞H ആണെന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ C∞V ആയി പോകും. കാരണം ലീനിയർ രണ്ട് പോയിന്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം HCCH ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് ആളെ മനസ്സിലായി കാണും. C2H2 ആണ് അല്ലേ? C2H2 അല്ലേ? C2H2 ഇതെങ്ങനെ ഷേപ്പ് ഇരിക്കുന്നത്? C∞C. ഇത് അസിറ്റിലീൻ ആണ് അല്ലേ? ഈതൈൻ ആണ്. ഇതാണ് സാധനം. കണ്ടോ, ഇതൊരു ലീനിയർ മോളിക്യൂളാണ്. രണ്ട് എൻഡും സെയിമാ. സോ ഉറപ്പായിട്ടും ഇത് D∞H ആണ്. രണ്ട് എൻഡുകളും സെയിം ആണ്, D∞H. പിന്നെ കൂടെ കിടക്കുന്ന ആൾ XCF2 ആണ്. അപ്പോൾ XCF2നെ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ? ചെയ്ത് നോക്കിയേ പറ്റൂ. കാരണം XCF2നെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് XCF2 ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ആളോട് നമ്മൾ പോവാണ്. XCF2. ആദ്യം XCF2ൻ്റെ ഷേപ്പ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. സെനോൺ ഏത് ഫാമിലിയാണ്? നോബിൾ ഗ്യാസ് ആണ്. നോബിൾ ഗ്യാസ് ഫാമിലിയിൽ വരുന്ന എല്ലാവർക്കും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ 8 ഇലക്ട്രോൺസ് വരയ്ക്കുകയാണ്. 1 2 3 4 5 6 7 8 ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഫ്ലോറിനാണ് വന്നേക്കുന്നത്? 2 ഫ്ലോറിൻ അല്ലേ? സോ ഇത് ആദ്യത്തെ ഫ്ലോറിൻ. അതേ കണക്കിന് ഇത് എത്രാമത്തെ ഫ്ലോറിൻ? രണ്ടാമത്തെ ഫ്ലോറിൻ. സോ നമ്മുടെ 2 ഫ്ലോറിനാണ്. അതായത് 2 ബോണ്ട് പെയർ ഉണ്ട്. ഇനി എത്ര ലോൺ പെയർ ഉണ്ട്? ബാക്കിയുള്ളതിനെ പെയറുകളാക്കി ലോൺ പെയർ ആക്കി കൺസിഡർ ചെയ്യാം. 1 2 3 ലോൺ പെയർ. ഓക്കെ, 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും, മൊത്തം 5 പേര്. 5 പേര് വരുമ്പോഴത്തേക്ക് ഷേപ്പ് ട്രയഗണൽ ബൈ പിരമിഡലാണ്. അതിൽ 5 ബോണ്ട് പെയർ വരുമ്പോഴാണ് ട്രയഗണൽ ബൈ പിരമിഡൽ. 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വരുമ്പോൾ അത് സീസോ ഷേപ്പ് ആവും. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരുമ്പോഴത്തേക്ക് അത് നമ്മളുടെ T ഷേപ്പ് ആവും. 2 ബോണ്ട് പെയറും 3 ലോൺ പെയറും വരുമ്പോഴത്തേക്ക് അത് ലീനിയർ ആവും. സോ ഇതിന്റെ ഷേപ്പ് ലീനിയർ ആണ്. ലീനിയർ ഷേപ്പാണ്. അപ്പം എങ്ങനെ നമ്മൾ XCF2 വരയ്ക്കുന്ന? XC ഇവിടെ ഒരു ഫ്ലോറിൻ കണ്ടു. XCF2 ലീനിയർ ഷേപ്പാണ്. ഓക്കെ, അപ്പം അതും ലീനിയർ ആണ്. രണ്ടെൻഡും സെയിം ആൾ തന്നെയാണ്. അതുകൊണ്ട് അതും D∞H ആണ്. സോ വേറുള്ളതൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യം പോലും നമുക്ക് വന്നില്ല. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം അതിൽ രണ്ടിലും D∞H ആണ് നമുക്ക് എന്തായിട്ട് വന്നേക്കുന്നത്? ഷേപ്പായിട്ട് വന്നേക്കുന്നത്. എന്നാൽ ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഇത് തന്നെ വരുന്നുണ്ടോ എന്നുള്ളത്. ആദ്യം NO2+ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. NO2+.
ഇവിടുത്തെ സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ്. നൈട്രജൻ എത്രാമത്തെ ആളാടാ? നൈട്രജൻ എന്ന് പറയുന്ന 7ാമത്തെ ആളാണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? 1 2 3 4 5. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം പോയി എന്നാ. ഓക്കെ, ഒരെണ്ണം പോയി. പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഒരെണ്ണം പോയി എന്നർത്ഥം. ഒരു ഇലക്ട്രോൺ പോയി. ഓക്കെ, ഇപ്പം എത്ര പേരുണ്ട്? 4 പേര്. എത്ര ഓക്സിജനാണ് വന്നേക്കുന്നത്? 2 ഓക്സിജൻ അല്ലേ? അപ്പം ഇതിന് ഒരു ഇലക്ട്രോൺ, ഇതിന് ഒരു ഇലക്ട്രോൺ. ഓക്കെ, സോ നമുക്ക് വരുന്നത് എന്താ? 2 ബോണ്ട് പെയർ ആണ് അല്ലേ? 2 ബോണ്ട് പെയർ ആണ്. 2 ബോണ്ട് പെയർ വരുമ്പോൾ ഏത് ഷേപ്പാ? ലീനിയർ ഷേപ്പാ. ലീനിയർ ഷേപ്പാ. പിന്നെ ഓക്സിജൻ ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇതായിരിക്കും. സോ ഇത് എന്തായാലും D∞H ആയിരിക്കും. എന്നാൽ NO2 ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. രണ്ടും അത് വരണമെന്നാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. NO2 നൈട്രജൻ സെൻട്രൽ ആറ്റമാണ് ആസ് യൂഷ്വൽ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5. 2 ഓക്സിജൻ വന്നു. സോ 2 ബോണ്ട് പെയറും ഒരു ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ലീനിയർ ഷേപ്പ് വരത്തില്ല, കാരണം ആ പെയർ എന്തായാലും റിപ്പിൾ ചെയ്യും. സോ ലീനിയർ ഷേപ്പ് എന്തായാലും വരത്തില്ല. സോ ലീനിയർ ഷേപ്പ് അല്ല. ഓക്കെ, നെക്സ്റ്റ് XCF2 അത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു, ലീനിയർ ഷേപ്പാണ്. N2O സെൻട്രലായിട്ട് നമുക്ക് എന്താ നൈട്രജൻ ആണ്. N ഡബിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് N അല്ലേ? 1 സെക്കൻഡ്. ചെക്ക് ചെയ്ത് നോക്കട്ടെ. NO2+ പോയിന്റ് ഗ്രൂപ്പ് ഇറ്റ് ഈസ് D∞H തന്നെ വന്നേക്കുന്നത് കേട്ടോ. ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. NO2 പോയിന്റ് ഗ്രൂപ്പ് C2V പോയിന്റ് ഗ്രൂപ്പാണ് കേട്ടോ. പക്ഷേ ഒരു ബെൻഡ് ഷേപ്പ് ആയിരിക്കും C2V പോയിന്റ് ഗ്രൂപ്പ്. നമ്മൾ പറഞ്ഞല്ലോ, കാരണം അവിടെ ആ ഒരു ലോൺ പെയർ വരുന്നുണ്ട്, അവിടെ ഒരു എന്താ ബെൻഡ് ഷേപ്പ് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നേക്കുന്നത്. നമുക്ക് N2O കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. N2O സെൻട്രൽ ആറ്റം നൈട്രജൻ ആണ് കേട്ടോ, ഓക്സിജൻ അല്ല, നൈട്രജൻ ആണ്. അതാണ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയത്. N2O പോയിന്റ് ഗ്രൂപ്പ് ആണോ നോക്കിയോട്ടെ. ഓക്കെ, നമുക്ക് N2 പോയിന്റ് ഗ്രൂപ്പ് വന്നേക്കുന്ന നമ്മൾ ഓക്സിജൻ ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സെൻട്രൽ ആയിട്ട് ഓക്സിജൻ ആണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ D∞H തന്നെ പോയിന്റ് ഗ്രൂപ്പ് കിട്ടും കേട്ടോ. അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ പോയിന്റ് ഗ്രൂപ്പായിട്ട് കിട്ടും. പക്ഷെ അതല്ല പോയിന്റ് ഗ്രൂപ്പ്. നമുക്കത് നോക്കാം. ഇവിടെ NO2 കേസിൽ ആക്ച്വലി 2 ബോണ്ട് പെയറാണ് വന്നേക്കുന്നത്. പിന്നെ ഒരു ഓഡ് നമ്പർ ഓഫ് ഇലക്ട്രോണും കൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഏത് ഷേപ്പിലോട്ട് പോകാത്തത്? ലീനിയർ ഷേപ്പിലോട്ട് പോകാത്തത് കേട്ടോ. അപ്പോൾ ലീനിയർ ഷേപ്പിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് എന്താ D∞H ആണോ C∞V ആണോ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എന്തായാലും നമുക്ക് N2O ഒന്ന് പരിചയപ്പെടാം. N2O സെൻട്രൽ ആറ്റം ഓക്സിജൻ ആണെന്ന് പറഞ്ഞെടുത്താൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ആണ് അല്ലേ? 1 2 3 4 5 6. ശരി, എത്ര നൈട്രജൻ? 2 നൈട്രജൻ. ഒരു നൈട്രജന് 3 ഇലക്ട്രോൺ വേണം. അപ്പോൾ ആദ്യത്തെ 3 ഇലക്ട്രോൺ ആദ്യത്തെ നൈട്രജന് കൊണ്ടുപോയി, രണ്ടാമത്തെ 3 ഇലക്ട്രോണിൻ്റെ രണ്ടാമത്തെ നൈട്രജന് കൊണ്ടുപോയി. സോ 2 ബോണ്ട് പെയറും 0 ലോൺ പെയറുമാണ്. അപ്പോൾ 2 ബോണ്ട് പെയർ വരുമ്പോൾ ലീനിയർ ഷേപ്പാണ്. ലീനിയർ അല്ലേ? ഓക്സിജൻ നടുക്ക് നിൽക്കുന്നു, 2 സൈഡിലും നൈട്രജൻ. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പറയും D∞H ആണെന്ന്. കാരണം ഇത് D∞H ആണെന്ന് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പം അതും D∞H ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഓപ്ഷൻ സിയും ആൻസർ ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഓപ്ഷൻ സി നമുക്ക് ആൻസറായിട്ട് വരുന്നില്ല. കാരണം ഈ N2O ഷേപ്പിൽ സെൻട്രൽ ആറ്റം വരുന്നത് നൈട്രജനാണ്, ഓക്സിജൻ അല്ല. നൈട്രജനാണ്. നൈട്രജൻ എത്രാമത്തെ ആളാണ്? 7ാമത്തെ ആളാണ്. ഔട്ടർ മോസ്റ്റിൽ 5 ഇലക്ട്രോൺ. 1 2 3 4 5. എത്ര? ഒരു നൈട്രജൻ പോയി സെൻട്രൽ ആറ്റം, ബാക്കി ഇനി ഒരു നൈട്രജനും കൂടെ ഉണ്ട്. ആദ്യത്തെ 3 ഇലക്ട്രോണിനെ നൈട്രജൻ കൊണ്ടുപോകും, പിന്നെ ഒരു ഓക്സിജനും കൂടെ ഉണ്ട്. അടുത്ത 2 ഇലക്ട്രോണിനെ ഓക്സിജൻ കൊണ്ടുപോകും. അപ്പോഴും 2 ബോണ്ട് പെയറാണ്. 2 ബോണ്ട് പെയറും 0 ലോൺ പെയർ. പക്ഷെ പ്രശ്നം, നടുക്ക് ഓക്സിജനും ഇവിടെ ഒരു നൈട്രജനും ഇവിടെ ഒരു ഓക്സിജൻ, നടുക്ക് നൈട്രജനും 2 സൈഡിൽ സെയിം ആളല്ല, ഡിഫറൻ്റ് ആളാണ്. ഒന്ന് നൈട്രജനും ഒന്ന് ഓക്സിജനുമാണ്. അപ്പോൾ ഇത് ലീനിയർ ഷേപ്പ് തന്നെയാണ്. പക്ഷെ 2 സൈഡും ഡിഫറൻ്റ് ആളായതുകൊണ്ട് ഇതിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് C∞V ആണ്, D∞H അല്ല. അപ്പം ആ N2 ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നമുക്ക് അറിയാവുന്ന ആളായിരിക്കും കോമൺലി. നൈട്രജൻ ആണ് സെൻട്രൽ ആറ്റം, ഓക്സിജൻ അല്ല കേട്ടോ. പിന്നെ C2H- ലിഥിയം ഹൈഡ്രൈഡ് ലീനിയർ ആണ്. ലീനിയർ ആണെങ്കിലും എന്താ, 2 എൻഡിലും ഡിഫറൻ്റ് ആൾക്കാരായതുകൊണ്ട് ഇത് C∞V ആണ്. ഓക്കെ, മറ്റേത് C2H- ആണ്, C2H- അല്ലേ?
ഇതാണ് സാധനം. അവിടെ നമ്മുടെ C2H2 ഇല്ലടാ, C2H2 തന്നെ, പക്ഷെ അവിടെ 4 പോയി, ഒരു ഹൈഡ്രജൻ പോയി എന്നാണ് വന്നേക്കുന്നത്. C2H2 തന്നെ, പക്ഷെ ഒരു ഹൈഡ്രജൻ പോയി. അപ്പം ഇവിടെ നമുക്ക് C ട്രിപ്പിൾ ബോണ്ട് C H ഇങ്ങനെയല്ലടാ ഇരിക്കേണ്ടത്. അവിടെ ഒരു H പോയി, സോ H+ ആയിട്ട് പോയപ്പോൾ മൈനസ് ചാർജ് വന്നു. അപ്പോഴും ലീനിയർ ആണ്, പക്ഷെ രണ്ട് എൻഡും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് അതും C∞V ആയിരിക്കും. ഓക്കെ, നമുക്കത് ചെക്ക് ചെയ്ത് നോക്കാം. പോയിന്റ് ഗ്രൂപ്പ് ഓഫ് C2H- അല്ലേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. C2H-, C2H- പോയിന്റ് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് C∞V, കറക്റ്റാണ്. സോ അതൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ, ഒന്ന് കൺഫർമേഷന് വേണ്ടിയിട്ട്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പോയിന്റ് ഗ്രൂപ്പുകളൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇത് ഇത്രയും നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ CO2ൻ്റെ അതേ പോയിന്റ് ഗ്രൂപ്പ് വരുന്ന ആളാണ്. CO2ന് D∞H ആണ്. അപ്പം ഇതിൽ ഏത് പേരിനാണ് അതേ പോയിന്റ് ഗ്രൂപ്പ്? അപ്പം നമുക്ക് ലീനിയർ ആകുമ്പോൾ 2 പോയിന്റ് ഗ്രൂപ്പ് ഉണ്ട്, D∞H ഉണ്ട്, C∞V ഉണ്ട്. അപ്പം അത് രണ്ടും ആദ്യം മനസ്സിലാക്കി വെച്ചേക്കാം. D∞H നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? രണ്ട് എൻഡും സെയിം ആൾക്കാർ വരുമ്പോൾ. C∞, രണ്ട് എൻഡും ഡിഫറൻ്റ് ആൾക്കാർ വരുമ്പോൾ. ആ ഐഡിയ ആദ്യം മനസ്സിലാക്കി വെച്ചേക്കാം. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുക, സെൻട്രലായിട്ട് നോക്കി. ഇത് ഷേപ്പിൽ നിന്നാണ് നമ്മൾ ഈ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പം ആ ഒരു ഐഡിയ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പേജ് ഡിലീറ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ഷേപ്പിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ആദ്യം SP എന്ന് പറയുന്നതാണെങ്കിൽ നമുക്ക് ഷേപ്പ് വരുന്നത് ലീനിയർ ആണ്. ലീനിയർ ആണെങ്കിൽ നമുക്ക് 2 പോയിന്റ് ഗ്രൂപ്പാണ് വന്നിരിക്കുന്നത്. ഒന്ന് D∞H-ഉം രണ്ടാമത്തത് C∞V. 2 പോയിന്റ് ഗ്രൂപ്പ്. ഈ 2 പോയിന്റ് ഗ്രൂപ്പും എവിടെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. D∞H നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് എൻഡും എന്ത് വരുമ്പോഴാണ്? സെയിം ആൾക്കാർ വരുമ്പോഴാണ്. രണ്ട് എൻഡും ഡിഫറൻ്റ് ആൾക്കാർ വരുമ്പോൾ C∞ യൂസ് ചെയ്യും. രണ്ടാമത്തെ ഹൈബ്രിഡൈസേഷൻ sp2 ആണ്. sp2 ആകുമ്പോഴത്തേക്ക് നമുക്ക് മൊത്തം എന്താ 2 ഷേപ്പ് പോസിബിളാണ്. sp2-ൽ നമുക്ക് ആദ്യം വരുന്ന ഷേപ്പ് എന്ന് പറയുന്നത് ട്രയഗണൽ പ്ലാനാറും അല്ലേ. ഈ ട്രയഗണൽ പ്ലാനാർ എപ്പോഴാണ് വരുന്നത്? 3 ബോണ്ട് പെയർ വരുമ്പോഴല്ലേ. 3 ബോണ്ട് പെയറും 0 ലോൺ പെയറും വരുമ്പോഴാണ് ട്രയഗണൽ പ്ലാനാർ. അത് കണക്ക് തന്നെ വേറൊരു ഷേപ്പാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്താ? വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ്. അതെപ്പോഴാണ്? 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും വരുമ്പോൾ. 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ വരുമ്പോൾ. അതിൽ ട്രയഗണൽ പ്ലാനാർ ആണെങ്കിൽ നമ്മുടെ പോയിന്റ് ഗ്രൂപ്പ് D3H ആണ്, അല്ലേ. D3H ആണ്. നോക്കട്ടെ, അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഷേപ്പും പോയിന്റ് ഗ്രൂപ്പും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ട്രയഗണൽ പ്ലാനർ ആണെങ്കിൽ D3H ആണ്. ഇനി വി ഷേപ്പ് ആണെങ്കിൽ C2V ആണ്. C2V പോയിന്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അടുത്തത് നമുക്ക് വരുന്ന ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. sp3 ആകുമ്പോൾ മൊത്തം നമുക്ക് 3 ഷേപ്പ് പോസിബിളാണ്. ഏതൊക്കെയാണെന്ന് അറിയാമോടാ? ആദ്യത്തത് ടെട്രാഹീഡ്രൽ ആകുമ്പോഴത്തേക്ക് 4 ബോണ്ട് പെയർ. ഓക്കെ, പോയിന്റ് ഗ്രൂപ്പ് TD എന്ന് നമ്മൾ പറയുന്നത് ടെട്രാഹീഡ്രൽ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ടെട്രാഹീഡ്രൽ തന്നെ 4 ബോണ്ട് പെയറിന് പകരം 3 ബോണ്ട് പെയർ. അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പിരമിഡൽ ഷേപ്പ് എന്ന. പിരമിഡൽ ഷേപ്പ് ആകുമ്പോഴത്തേക്ക് 3 ബോണ്ട് പെയറും അതേ കണക്ക് തന്നെ ഒരു ലോൺ പെയർ. 3 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും. ഒരെണ്ണം ലോൺ പെയർ, മൊത്തം 4 എണ്ണം. പക്ഷെ അതിൽ 3 എണ്ണം മാത്രമേ ബോണ്ട് ആയിട്ടുള്ളൂ, ബാക്കി ഒരെണ്ണം ലോൺ പെയർ. ഇവിടുത്തെ പോയിന്റ് ഗ്രൂപ്പ് നമുക്ക് C3V പോയിന്റ് ഗ്രൂപ്പാണ്. C3V. അടുത്തത് നമുക്ക് എന്താ? വി ഷേപ്പാണ്. സെയിം മുകളിലത്തെ കണക്ക് തന്നെ. പക്ഷെ പ്രശ്നം, മുകളിൽ 2 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും ആണെങ്കിൽ ഇവിടെ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണ്. അപ്പോൾ ഇതിനെക്കാട്ടി ആംഗിൾ കുറച്ചും കൂടെ കുറവായിരിക്കും ഇവിടെ. കാരണം മറ്റേ ലോൺ പെയർ റിപ്രഷൻ നടന്നാൽ ചുരുങ്ങും കുറച്ചും കൂടെ. അപ്പം ഇവിടുത്തെ പോയിന്റ് ഗ്രൂപ്പ് വരുന്ന ആസ് യൂഷ്വൽ C2V തന്നെ, മാറ്റമൊന്നുമില്ല. C2V പോയിന്റ് ഗ്രൂപ്പ് തന്നെ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കേസ്. ഇനി sp3D ഉണ്ട്. sp3Dയിൽ നമുക്ക് മൊത്തം 4 ഷേപ്പുകളാണ് വരുന്നത്. ഒന്ന് ഫസ്റ്റ് ട്രയഗണൽ ബൈ പിരമിഡ്.
ബൈപിരമിഡൽ. ഇതെപ്പോഴാ 5 ബോണ്ട് പെയർ വരുമ്പോൾ കേട്ടോ. 5 ബോണ്ട് പെയർ വരുമ്പോൾ ട്രൈഗണൽ ബൈപിരമിഡൽ. പിന്നെ നമുക്ക് വരുന്നത് 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയറും, അതാണ് സീസോ. സീസോ എന്തുവാ? 4 ബോണ്ട് പെയറും ഒരു ലോൺ പെയർ, 2 ആയിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ ടി ഷേപ്പാണ്. ടി ഷേപ്പ് എന്തുവാ? 3 ബോണ്ട് പെയറും 2 ലോൺ പെയർ അല്ലേ, 4 3. ഇനി നമുക്ക് വരുന്നത് ലീനിയർ ആണ്. ലീനിയർ എന്തുവാ? 2 ബോണ്ട് പെയറും 3 ലോൺ പെയർ. ഷേപ്പുകൾ പറയട്ടെ. ആദ്യം ട്രയഗണൽ ബൈപിരമിഡൽ, ഇറ്റ് ഈസ് D3H, നമ്മുടെ ട്രയഗണൽ പ്ലാനാറിന്റെ അതേ ഷേപ്പ്. സീസോ ആകുമ്പോഴത്തേക്ക് C2V പോയിന്റ് ഗ്രൂപ്പാണ്. ടി ഷേപ്പ് ആകുമ്പോഴും C2V പോയിന്റ് ഗ്രൂപ്പാണ്. ലീനിയർ ആകുമ്പോഴത്തേക്ക് D∞H അല്ലെങ്കിൽ C∞V. C∞V വരാനുള്ള ചാൻസ് ഇല്ല, കാരണം നമുക്ക് സെയിം ആൾക്കാരായിരിക്കും തരുന്നത് രണ്ട് എൻഡും. അതുകൊണ്ട് D∞H ആണ് നോർമലി വരുന്നത്, C∞V അങ്ങനെ വരാറില്ല. ഓക്കെ, അടുത്തത് ലാസ്റ്റ് വൺ sp3d2 ആണ്. sp3d2 ആ ഷേപ്പ് കണ്ടുപിടിച്ചിട്ട് പോയിന്റ് ഗ്രൂപ്പ് അങ്ങ് എഴുതിയാൽ മതിയാണ്, അത്രയും കാര്യമേ ഉള്ളൂ. പിന്നെ കുറച്ച് ആൾക്കാരുടെ മാത്രമൊക്കെ ഒന്ന് കാണാതെ പഠിച്ച് വെച്ചാൽ മതി. sp3d2 ആകുമ്പോൾ മൊത്തം നമുക്ക് 5 ഷേപ്പ് പോസിബിളാണ്. ആദ്യം ഒക്ടാഹീഡ്രൽ. ഒക്ടാഹീഡ്രൽ അല്ലെങ്കിൽ സ്ക്വയർ ബൈപിരമിഡൽ എന്ന് വിളിക്കാറുണ്ട്. 6 ബോണ്ട് പെയർ വരുന്ന കേസ്. നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് OH എന്നാണ് എഴുതുന്നത്. ടെട്രാഹീഡ്രൽ TD ആയതുകൊണ്ട് ഒക്ടാഹീഡ്രൽ OH. അടുത്തത് സ്ക്വയർ ബൈപിരമിഡലിന് പകരം സ്ക്വയർ പിരമിഡൽ. സ്ക്വയർ ബൈപിരമിഡൽ ഇല്ല, സ്ക്വയർ ബൈപിരമിഡൽ ആണ്. സ്ക്വയർ വന്നിട്ട് മുകളിലോട്ടും താഴോട്ടും ഓരോ ബോണ്ട് വരുന്നത്, അതാണ് സ്ക്വയർ ബൈപിരമിഡൽ. മുകളിലും താഴെയുണ്ട്, അത് ഒക്ടാഹീഡ്രൽ എന്നാണ് വിളിക്കുന്നത്. സ്ക്വയർ പിരമിഡൽ, അതായത് മുകളിലോട്ടോ താഴോട്ടേ ഉള്ളൂ, രണ്ടിടത്തോട്ടും ഇല്ല. സോ അതാണ് സ്ക്വയർ പിരമിഡൽ. പിന്നെ അവിടെ 5 ബോണ്ട് പെയറും ഒരു ലോൺ പെയറുമാണ്. അടുത്തത് സ്ക്വയർ പ്ലാനാർ. സ്ക്വയർ പ്ലാനാർ ആകുമ്പോൾ 4 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണ് സ്ക്വയർ പ്ലാനാർ. പിന്നെ ടി ഷേപ്പ് ആകുമ്പോഴത്തേക്ക് 3 ബോണ്ട് പെയറും 3 ലോൺ പെയറുമാണ്. പിന്നെ ലീനിയർ ആകുമ്പോഴത്തേക്ക് 2 ബോണ്ട് പെയറും 4 ലോൺ പെയറുമാണ്. ഓക്കെ, ഷേപ്പ് പറയാം. ആദ്യം ഒക്ടാഹീഡ്രൽ പറഞ്ഞു. സ്ക്വയർ ബൈപിരമിഡൽ ആകുമ്പോഴത്തേക്ക് C4V, ഇത് D4H ആണ്, ഇത് C2V ആണ്, ഇത് D∞H ആണ്. കണ്ടോ, ഇതാണ് നമ്മുടെ ജസ്റ്റ് പോയിന്റ് ഗ്രൂപ്പുകൾ. ഓൾമോസ്റ്റ് എല്ലാവരുടെ പോയിന്റ് ഗ്രൂപ്പുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മാത്രം മതി, സിമ്പിളായിട്ട് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. ആൾക്കാരെ കൊടുക്കുക, കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ പോയിന്റ് ഗ്രൂപ്പുകൾ. പിന്നെ കുറച്ച് ആൾക്കാരുടെ പോയിന്റ് ഗ്രൂപ്പുകൾ ഇപ്പം അല്ലീൻ, ബെൻസീൻ, പിന്നെ അത് കണക്കന്നെ ഫെറസീൻ, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുടെ പോയിന്റ് ഗ്രൂപ്പുകൾ കാണാതെ പഠിച്ചു വെച്ചേക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ബാക്കിയുള്ളവരുടെ ഓൾമോസ്റ്റ് എല്ലാം ഷേപ്പ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാണ് പോയിന്റ് ഗ്രൂപ്പ്. ക്ലിയർ ആണേ? അപ്പം അതേ ഒരു ഐഡിയയിലാണ് നമ്മൾ ഇവിടെയും പറഞ്ഞേക്കുന്നത്. കാരണം നമുക്കിതാ ഈ XCF2 നമുക്ക് ലീനിയർ ഷേപ്പാണ് വന്നേക്കുന്നത്. ലീനിയർ ഷേപ്പ് രണ്ടിടത്തും ഫ്ലോറിനാണ്, അതുകൊണ്ടാണ് നമ്മൾ D∞H കൊടുത്തേക്കുന്നത്. അങ്ങനെ ഓരോ ഷേപ്പും കണ്ടോ. ഇവിടെ നമുക്ക് C2V പോയിന്റ് ഗ്രൂപ്പ് വന്ന എന്തുകൊണ്ടാണ്? N ആക്ച്വലി ഇങ്ങനെ ഇരിക്കേണ്ട, ഡബിൾ ബോണ്ടും. പക്ഷെ ഇവിടെ ലോൺ പെയർ ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചുരുങ്ങും, ഇങ്ങനെ ആവും. അപ്പോൾ ഇതൊരു ബെൻഡ് ഷേപ്പ് പോലായി. ബെൻഡ് ഷേപ്പ് ആയതുകൊണ്ടാണ് C2V പോയിന്റ് ഗ്രൂപ്പ് എന്ന് എഴുതിയേക്കുന്നത്. കാരണം ബെൻഡ് ഷേപ്പിന് C2V പോയിന്റ് ഗ്രൂപ്പാണ്. ഇങ്ങനെയാണ് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. വിച്ച് സ്പീഷ്യസ് ആർ ഐസോ ഇലക്ട്രോണിക് വിത്ത് Na+? ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Na+ഉമായിട്ട് ഇതിൽ ആരാണ് ഐസോ ഇലക്ട്രോണിക് എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം Na+ എന്താണെന്ന് പറയാം. Na+, സോഡിയം എത്രാമത്തെ ആളാടാ? 10ാമത്തെ ആളാണ്. പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് സോഡിയം 11ാമത്തെ ആളാണ്. പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് 1 ഇലക്ട്രോൺ പോയി. അതായത് സോഡിയത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ 10 ഇലക്ട്രോൺസേ ഉള്ളൂ. കാരണം സോഡിയം 11ാമത്തെ ആളായിരുന്നു, അതിൽ +1 എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ പോയി. അതിനർത്ഥം സോഡിയത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ 10 ഇലക്ട്രോൺസേ ഉള്ളൂ. ഈ ഐസോ ഇലക്ട്രോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഐസോ ഇലക്ട്രോണിക് വിത്ത് Na+ എന്ന് പറഞ്ഞാൽ Na+ൻ്റെ അതേ ഇലക്ട്രോൺസ് വരുന്ന ആൾക്കാരാണ്. Na+ൻ്റെ കയ്യിൽ 10 ഇലക്ട്രോൺസ് ഉണ്ട്. ഇതേ കണക്ക് 10 ഇലക്ട്രോൺസ് വരുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചാൽ മതി. അതിൽ ആദ്യം കൊടുത്തേക്കുന്നത് O, മുകളിൽ 2-, രണ്ടാമത് കൊടുത്തേക്കുന്നത് F-, മൂന്നാമത് കൊടുത്തേക്കുന്നത് Ne, നാലാമത് കൊടുത്തേക്കുന്നത് Mg+. ഇങ്ങനെ 4 പേരെയാണ് കൊടുത്തേക്കുന്നത്. നോക്കാം നമുക്ക്. ഓക്സിജൻ എത്രാമത്തെ ആളാടാ? 8ാമത്തെ ആളാണ് അല്ലേ. ഓക്സിജൻ 8ാമത്തെ ആളാണ്. ഫ്ലൂറിൻ 9ാമത്തെ ആളാണ്. നിയോൺ 10ാമത്തെ ആള്. മഗ്നീഷ്യം 12ാമത്തെ ആള്. ഓക്കെ, 1, 2, 3 എന്നാണ് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതിനെ 1 എന്നും, ഇതിനെ 2 എന്നും, ഇതിനെ 3 എന്നും,
ഇതിനെ 4 എന്ന്. നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും ഇപ്പോൾ തന്നെ, പറയേണ്ട കാര്യമില്ലല്ലോ. ഓ 8ാമത്തെ ആളാണ്, 8 ഇലക്ട്രോൺസേ ഉള്ളൂ കയ്യിൽ, പക്ഷേ -2 കൂടെ ചേരുമ്പോഴത്തേക്ക് 10 ആവും. സോ ഇയാളുടെ കയ്യിൽ 10 ഇലക്ട്രോൺസ്. ഇത് നമ്മൾ ഒബേ ചെയ്യുന്ന ആളാണ്. അപ്പോൾ 1ാമത്തെ ആൾ ഐസോ ഇലക്ട്രോണിക് ആണ്. 2ാമത്തെ ഫ്ലൂറിൻ 9 ഇലക്ട്രോൺസേ ഉള്ളൂ, പക്ഷേ മൈനസും കൂടെ ആകുമ്പോഴത്തേക്ക് 10 ഇലക്ട്രോൺസ് ആയി. 10 ഇലക്ട്രോൺസ് ആയി. അപ്പം ഇയാളും ഒബേ ചെയ്യുന്ന ആളാണ്. പിന്നെ നിയോൺ ഓൾറെഡി 10 ഇലക്ട്രോൺസ് ഉണ്ട്, അപ്പോൾ അയാളും ഒബേ ചെയ്യുന്ന ആളാണ്. മഗ്നീഷ്യം 12 ഇലക്ട്രോൺസ് ഉണ്ട്, പക്ഷേ +1 എന്നേ കൊടുത്തിട്ടുള്ളൂ. +1 എന്ന് 1 ഇലക്ട്രോണേ പോയിന്ന്. അതായത് പുള്ളിക്കാരൻ്റെ കയ്യിൽ 11 ഇലക്ട്രോൺസ് ഉള്ളത്. ഇത് ഐസോ ഇലക്ട്രോണിക് അല്ല. അപ്പം 4 ഒഴികെ ബാക്കിയെല്ലാം ഐസോ ഇലക്ട്രോണിക്കാണ്. 4 ഒഴികെ 1, 2, 3. 1, 2, 3. ആൻസർ ഓപ്ഷൻ ബി ആണ്. ഇത് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ, അല്ല 3ഉം കൂടെ ഉണ്ട്. ഇത് 1ഉം 2ഉം 4. 4ഇല്ല, ബാക്കി 2 ഓക്കെയാണ്. 4ഉം വന്നേക്കുന്ന ഒന്നാണ്, തെറ്റ്. കാരണം 4ഇല്ല, 1ഉം 2ഉം 3ഉം മാത്രമേ ഉള്ളൂ ഐസോ ഇലക്ട്രോണിക്. സിമ്പിൾ ക്വസ്റ്റ്യൻ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നെക്സ്റ്റ്, സെക്കൻഡ് ന്യൂക്ലിയേഡ് ഫിഷൻ ഇൻ യുറേനിയം 235 പ്ലസ് N ഗീവ്സ് MO103 2N + X. അതായത് ഇതൊരു ഫിഷൻ പ്രോസസ്സാണ്. ഓക്കെ, അപ്പം യുറേനിയം 235 ആണ് നമ്മളുടെ ആള്. ഓക്കെ, 92 235 ആണ്. അതാരുമായിട്ട് കൂട്ടിയിടിക്കുന്നു? ന്യൂട്രോൺ N01 ആണ് അല്ലേ. ന്യൂട്രോണിന് എന്തില്ല? ചാർജ് ഇല്ല, 1 യൂണിറ്റ് മാസ് മാത്രമേ ഉള്ളൂ. നമുക്ക് കിട്ടുന്നത് MO ആണ്, മോളിബ്ഡീനിയം ആണ്. അത് 103 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് അല്ലേ. 103. അവിടെ ഒരു എന്താ, ഓക്കെ, 103ഉം പ്ലസ് 2 ന്യൂട്രോൺസും 2 N01ഉം പ്ലസ് എക്സും. ഈ എക്സ് ആരാണെന്നാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയുള്ള സംഭവം നമ്മളുടെ ഇതിനനുസരിച്ച് ഇവിടുത്തെ മാസ് തന്നെയായിരിക്കും അപ്പുറവും വരേണ്ടത്. അതായത് റിയാക്ടൻ്റ് സൈഡിലെ ടോട്ടൽ മാസ് കൂട്ടിയെടുക്കുമ്പോൾ പ്രൊഡക്റ്റ് സൈഡിലെ ടോട്ടൽ മാസ് കിട്ടണം. റിയാക്ടൻ്റ് സൈഡിലെ ടോട്ടൽ മാസ് എത്രയാണ്? 235 + 1 236. 236. അപ്പോൾ ഈ സൈഡിൽ 236 ഉണ്ട്, അപ്പുറത്തെ സൈഡിൽ 236 വരണം. 103 ഓൾറെഡി ഉണ്ട്, പ്ലസ് പിന്നെ ഈ 2 ന്യൂട്രോൺ ആകുമ്പോൾ 2, അതായത് 105 ഓൾറെഡി ഉണ്ട്, പക്ഷേ 236 വരേണ്ടത്. അപ്പം 105. അപ്പോൾ ഈ എക്സ്, ബാക്കിയുള്ളത് എക്സിൻ്റെ വാല്യൂ ആയിരിക്കും. കാരണം ഇവർ 3 പേരല്ലേ കിട്ടുന്നത്. 3 പേരും കൂടെ കൂട്ടുമ്പോൾ എത്ര? 236 കിട്ടണം. സോ 236 - 105. 1 വരും, 3 വരും, 131 ഈ എക്സിൻ്റെ മാസ്. 131 വരുന്ന ആളെ നോക്കിയാൽ മതി, എല്ലാം 131. പക്ഷെ 131 മാസ് വരുന്ന ആൾ നമ്മുടെ SN ആണ്. ഓപ്ഷൻ. ഇവിടെ അറ്റോമിക് നമ്പറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് വിട്ടുപോയതാണ്. അറ്റോമിക് നമ്പറും കൂടെ ചേർത്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് കേട്ടോ. അറ്റോമിക് നമ്പർ വിട്ടുപോയതാണ്. അല്ലെങ്കിൽ നമുക്ക് അറ്റോമിക് നമ്പർ വെച്ചിട്ടും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എത്രാമത്തെ ആളാണെന്ന് 92 ആണ് യുറേനിയം. 92. മോളിബ്ഡീനിയം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. മോളിബ്ഡീനിയം വരുന്നത് ഇറ്റ് ഈസ് 42. ഓക്കെ, പിന്നെ SN ഇറ്റ് ഈസ് 50. 50ഉം 42 കണ്ടോ, 92. SN ആണ് നമുക്ക് 50 വന്നേക്കുന്നത്. ഇവിടെ 50 ആണ് വരേണ്ടത്. അതും കൂടെ ക്വസ്റ്റ്യനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ, അത് വിട്ടുപോയതാണ്. ഞാൻ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴത്തേക്ക് അതും കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ജനറേറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അത് പോയതാണ് കേട്ടോ. ഓക്കെ, കട്ട് ചെയ്ത് വെക്കുന്നതിന് പകരം കോപ്പി ചെയ്തെടുത്തതാണ്, അപ്പോഴത്തേക്ക് പോയതാണ് കേട്ടോ. കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി കാണത്തില്ല. കാരണം കുഞ്ഞു ക്വസ്റ്റ്യനാണ്. നമ്മുടെ കേരള PSCയുടെ സൈറ്റിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ഒരു ഓർഡർ ഇല്ല, ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇനി കട്ട് ചെയ്ത് വെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്. അപ്പോഴത്തേക്കും ഇത് കട്ടായി പോയതാണ്. ഇവിടെ 50 ഉണ്ടായിരുന്നു, പിന്നെ ഇവിടെ 50 ഉണ്ടായിരുന്നു, അല്ല ഇവിടെ 292 ഉണ്ടായിരുന്നു, പിന്നെ അതിനൊക്കെ അപ്പുറത്തെ സൈഡിൽ 42 ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നമുക്ക് നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യനകത്ത് ഒരു പ്രശ്നമുണ്ട്. നോർമലി ചോദിക്കുന്ന ക്വസ്റ്റ്യനകത്ത് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. കാരണം 131 കിട്ടിക്കഴിഞ്ഞാൽ 131 വരുന്ന ഒരാളെ കാണത്തുള്ളൂ, അതിനെ നമ്മളങ്ങ് മാർക്ക് ചെയ്യുക. പക്ഷേ നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് എല്ലാവർക്കും 131 ആയിരുന്നു. കാരണം അവർ ചോദിച്ചത് എന്തിൻ്റെ ബേസിലാണ്? അറ്റോമിക് നമ്പറിൻ്റെ ബേസിലാണ്, മാസിൻ്റെ ബേസിലല്ല. സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മാസോ അല്ലെങ്കിൽ അറ്റോമിക് നമ്പറിൻ്റെ ബേസിലായിരിക്കും. പക്ഷേ ഇവിടെ മാസ് എല്ലാവർക്കും സെയിം ആയിരുന്നു, മാസ്. അതുകൊണ്ട് അറ്റോമിക് നമ്പർ നോക്കണം. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ, അറ്റോമിക് നമ്പർ ആർക്കാണെന്ന് അറിയാൻ പറ്റും. കാരണം ഇവിടേക്ക് എല്ലാം 50 കൊടുത്തിരുന്നത്. അല്ല, ഇവർക്കൊന്നും 50 കൊടുത്തിട്ടില്ലായിരുന്നു. SN മാത്രം, SN 131 മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അറ്റോമിക് മാസ് കൊടുത്തിട്ടില്ല, അറ്റോമിക് നമ്പർ കൊടുത്തിട്ടില്ലായിരുന്നു. കാരണം അറ്റോമിക് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അറ്റോമിക് നമ്പർ കൊടുത്തിട്ടില്ലായിരുന്നു, അറ്റോമിക് മാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പിന്നെ 50ാമത്തെ ആളാണെന്ന് നമുക്ക് മനസ്സിലായി. 50ാമത്തെ ആൾ നമ്മുടെ SN ആണ്. അങ്ങനെയാണ് നമ്മൾ ഓപ്ഷനെ മാർക്ക് ചെയ്തത് കേട്ടോ. നെക്സ്റ്റ്, റേഡിയൽ നോട്ട്സ് ഓഫ് 3s and 3p ഓർബിറ്റൽസ് റെസ്പെക്റ്റീവ്ലി.
നമ്മൾ റേഡിയൽ നോട്ട്സ് കണ്ടുപിടിക്കുന്നത് റേഡിയൽ നോഡുകൾ അല്ലേ, റേഡിയൽ നോട്ട്സ് ഇത് കണ്ടുപിടിക്കുന്നത് n-l-1 ആണ്. ഈ ഇക്വേഷൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, റേഡിയൽ നോഡുകൾ കണ്ടുപിടിക്കുന്നത്, n-l-1. ഓക്കെ, നമുക്ക് 3s-ഉം 3p-യുമാണ് വരുന്നത്. നമുക്ക് രണ്ടുപേരെ ഒന്ന് കൊടുക്കാം, 3s-ഉം അതേ കണക്ക് തന്നെ 3p-യും. നമുക്ക് n-ൻ്റെയും l-ൻ്റെയും വാല്യൂസ് വേണം. n എന്ന് പറയുന്നത് 3 ആണ്, ഇവിടെയും n എന്ന് പറയുന്നത് 3 ആണ്. l-ൻ്റെ വാല്യൂ 0 ആണ്, l-ൻ്റെ വാല്യൂ 1 ആണ്. ശരിയല്ലേ? n-ൻ്റെ വാല്യൂ 0യും l-ൻ്റെ വാല്യൂ 1 ആണ്. ഇനി കാരണം ഇവിടെ s ആണ്, s ആയതുകൊണ്ടാണ് 0 കൊടുത്തേക്കുന്നത്, p ആയതുകൊണ്ട് 1 കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി റേഡിയൽ നോഡ് കണ്ടുപിടിക്കാം. n-l-1 റേഡിയൽ നോഡ് ഈക്വൽ ടു n 3 മൈനസ് l 0 മൈനസ് 1. ഇവിടെ 3 മൈനസ് 1 മൈനസ് 1, ഇവിടെ 3 മൈനസ് 1 2 വരും, 2 റേഡിയൽ നോഡും അവിടെ 1 റേഡിയൽ നോഡും അല്ലേ. അപ്പം രണ്ടും 1. ഓപ്ഷൻ ഡി ആണ് നമുക്ക് എന്തായിട്ട് വന്നിരിക്കുന്നത്, ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, കേരള PSCക്ക് ചോദിച്ചേക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ സിലബസിനെ ബേസ് ചെയ്യുന്നതുമാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.00900y00 0.00905. ഓക്കെയല്ലോ. നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ ആ ഫിഗറുകൾ കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഒരു +1 ടോപ്പിക്കാണ്, പക്ഷെ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. പല നമ്മളുടെ ഒരു എക്സാം പേപ്പറുകളിലും നമ്മുടെ ഇപ്പോൾ സിലബസിനെ ബേസ് ചെയ്ത് കൊടുത്തപ്പോഴും നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ റൂൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം അല്ലേ. അപ്പം non-zero ഡിജിറ്റ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്, 2 non-zero ഡിജിറ്റിന് ഇടയ്ക്ക് വരുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പർ കഴിഞ്ഞിട്ട് 0 വന്നാൽ സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ പോയിന്റിന് മുന്നേ 0 വന്നാൽ അതിന് മുന്നേ നമ്പർ ഉണ്ടെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആണ് അല്ലേ. ഡെസിമൽ പോയിന്റിന് ശേഷം എത്ര സീറോസ് വന്നാലും സിഗ്നിഫിക്കൻ്റ് ആണ്. ശരിയല്ലേ? ഇങ്ങനെയുള്ള റൂളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ഇവിടെ ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല, ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല, ഇതും സിഗ്നിഫിക്കൻ്റ് അല്ല, എന്നാൽ ഇതൊക്കെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്പർ കഴിഞ്ഞിട്ട് വരുന്ന എല്ലാ സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ 1, 2, 3, 4, 5 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആണ് ഫസ്റ്റ് ഓപ്ഷനിലുള്ളത്, അല്ലെങ്കിൽ ഫസ്റ്റ് വാല്യൂലുള്ളത്. സെക്കൻഡ് വാല്യൂവിൽ ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല, ഓൾസോ ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല, ആൻഡ് ഓൾസോ ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല. അത് 3ഉം സിഗ്നിഫിക്കൻ്റ് അല്ല. പിന്നെ നമുക്ക് വരുന്നത് 9ഉം 0യും 5ഉം ആണ്. ആ 9ഉം 5ഉം ഓൾറെഡി സിഗ്നിഫിക്കൻ്റ് ആണ്, കാരണം non-zero ഡിജിറ്റ് ആണ്. 2 പേർക്ക് ഇടയിലാണ് 0 വന്നേക്കുന്നത്. സോ 0യും സിഗ്നിഫിക്കൻ്റ് ആണ്. സോ അവിടെ നമുക്ക് വന്നേക്കുന്ന സിഗ്നിഫിക്കൻറ്റ് ഫിഗറുകളുടെ എണ്ണം 3 ആണ്. സോ 5ഉം 3ഉമാണ് എണ്ണമായിട്ട് വന്നേക്കുന്നത്. 5ഉം 3ഉം ഓപ്ഷൻ സി ആണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, ആൻസർ ആയിട്ട് വരുന്നത്. 5 എണ്ണവും അതേ കണക്ക് തന്നെ 3 എണ്ണം. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ക്വസ്റ്റ്യൻ, വേറെ കാര്യമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഓർഡർ ഓഫ് സ്ട്രെങ്ത് ഓഫ് നോൺ കോവാലന്റ് ഇൻട്രാക്ഷൻ അയോൺ ഡൈപോൾ നോക്കാം. എന്തൊക്കെ ഇൻട്രാക്ഷൻ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ ഇൻട്രാക്ഷൻ പറഞ്ഞിരിക്കുന്നത് അയോൺ ആണ്. ഓക്കെ, രണ്ടാമത്തേത് അയോൺ ഡൈപോൾ ആണ്, മൂന്നാമത്തേത് ഡൈപോൾ ആണ്. ഇതിൽ ഏതാണ് സ്ട്രോങ് ഇൻട്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയോണിനെ നമ്മൾ 1 എന്ന് വിളിക്കുന്നു അല്ലെ, ഇതിനെ 2 എന്ന് വിളിക്കുന്നു, ഇതിനെ 3 എന്ന് വിളിക്കുന്നു, ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ ഏതാണ് സ്ട്രോങ് ഇൻട്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 3 എണ്ണത്തിൽ ഏതാണ്? ഈ അയോൺ എന്ന് പറഞ്ഞാൽ എന്തുവാടാ? പോസിറ്റീവ് അയോണോ നെഗറ്റീവ് അയോണോ? പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും പരസ്പരം അട്രാക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഏത് ബോണ്ടെന്ന് വിളിക്കുന്നത്? അയോണിക് ബോണ്ടെന്ന് വിളിക്കുന്നത്. സോ ഇത് അയോണിക് ബോണ്ടാണ് അല്ലേ. അയോൺ ഇൻട്രാക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്ന പേര് അയോണിക് ബോണ്ട് എന്നാണ്. ഇലക്ട്രോൺസിനെ പരസ്പരം ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളതിനെ വിളിക്കുന്ന പേര് കോവാലന്റ് ബോണ്ട് എന്നും, അയോൺ ഇൻട്രാക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേര് ഏത് ബോണ്ട് എന്ന്? അയോണിക് ബോണ്ട് എന്ന്. അപ്പോൾ ഫസ്റ്റ് തന്നേക്കുന്ന അയോൺ എന്ന് പറയുന്നത് ആക്ച്വലി അയോണിക് ബോണ്ടാണ്. നിങ്ങൾക്കറിയാം കോവാലന്റ് ബോണ്ടുകളും അയോണിക് ബോണ്ടുകളും കുറച്ചും കൂടെ സ്ട്രോങ് ആണ്. ഓക്കെ, രണ്ടാമതായിട്ട് അയോൺ ഡൈപോൾ, അതായത് ഒരാൾ പോസിറ്റീവോ നെഗറ്റീവോ ചാർജ് ഉള്ള ആളും ഒരാൾ ഡൈപോളും. എന്തോ ഡൈപോള്? മറ്റേ ചാർജ് സെപ്പറേഷൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ആൾ ഇലക്ട്രോണെ തൻ്റെ അടുത്തോട്ട് പിടിക്കുന്നു, അതുവഴി ഒരു പാർഷ്യൽ നെഗറ്റീവും പാർഷ്യൽ പോസിറ്റീവ് ചാർജും കിട്ടുന്നു. അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. അവർ അയോണുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നു. അതൊരു ബോണ്ടായിട്ട് നമ്മൾ പഠിക്കുന്നില്ല, ജസ്റ്റ് ആൻ അട്രാക്ഷൻ. അത് കണക്കാണ് ഡൈപോൾ അത് അട്രാക്ഷനാണ്. കാരണം 2 ഡൈപോളുകൾ പരസ്പരം, അതാണ് നമ്മൾ മറ്റേ ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഏറ്റവും സ്ട്രോങ് ആര് തന്നെ? അയോൺ ഇൻട്രാക്ഷൻ തന്നെയാണ്. അതിനെക്കാട്ടിയും സ്ട്രെങ്ത് കുറച്ചും കൂടെ കുറവാണ് അയോൺ ഡൈപോളിന്, അതിനെക്കാട്ടിയും കുറവാണ് ആർക്ക്? ഡൈപോളിന്. സോ നമുക്ക് ഓപ്ഷൻ വരുന്നത് 1 ആണ് ഏറ്റവും കൂടുതൽ, അതിനുശേഷം 2, അതിനുശേഷം 3. സോ 2 എന്നാണ് കൊടുത്തേക്കുന്നത്. തെറ്റ്.
ഓപ്ഷൻ എ തെറ്റാണ്, കാരണം 2 അയോൺ ഡൈപ്പോളാണ്, തെറ്റാണ്. 3 ഏറ്റവും കൂടുതലെന്നാണ് തെറ്റ്, കാരണം 3 ഡൈപ്പോളാണ്. ഡൈപ്പോളിന് എന്താ അട്രാക്ഷൻ അത്രത്തോളം കുറവാണ്. അടുത്തത് 1, 2, 3 എന്നാണ് ശരി. ഒന്നാമത്തെ ആൾക്ക് ഏറ്റവും കൂടുതൽ, പിന്നെ 2, പിന്നെ 3. ഇതും തെറ്റാണ്. 1 ഏറ്റവും കുറവെന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് എന്താ മോളിക്കുലാർ ഫോഴ്സും ഇത് ഇന്റർ മോളിക്കുലാർ ഫോഴ്സസും ആണ്. മോളിക്കുലാർ ഫോഴ്സിനെക്കാട്ടിയും വീക്കാണ് ഇന്റർ മോളിക്കുലാർ ഫോഴ്സസ്. നെക്സ്റ്റ് ഹൈഡ്രജൻ ബോണ്ടിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് ആ സ്റ്റേറ്റ്മെന്റുകളൊന്ന് നോക്കാം, എന്നിട്ട് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് ശരിയെന്ന് നോക്കാം. എന്താ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രജനും ഒരു ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയിട്ടുള്ള ഫ്ലൂറിനോ ഓക്സിജനോ നൈട്രജനോ ഇവരൊക്കെ ആയിട്ട് എന്താ ഫോം ചെയ്യുന്ന ബോണ്ടുകളാണ് ഹൈഡ്രജൻ ബോണ്ട്. ഇതൊരു ബോണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അതൊരു അട്രാക്ഷനാണ്. കാരണം ഹൈഡ്രജൻ അതിൻ്റെ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയിട്ടുമായിട്ട് എന്ത് ചെയ്യുന്നു, അട്രാക്റ്റഡ് ആവുന്നു. ഒരു ഡൈപ്പോൾ ഇൻട്രാക്ഷൻ പോലെയാണ്. കുറച്ചും കൂടെ സ്ട്രോങ് ആണ് എന്നാൽ ഡൈപ്പോളിനെ കാട്ടിയും ഏതാ ഹൈഡ്രജൻ ബോണ്ട്. ഡൈപ്പോൾ ഇൻട്രാക്ഷനെ കാട്ടിയും കുറച്ചും കൂടെ സ്ട്രോങ് ആണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, 2 ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്റർമോളിക്കുലാറും ഉണ്ട്, ഇൻട്രാമോളിക്കുലാറും ഉണ്ട്. ഇന്റർമോളിക്കുലാർ എന്ന് പറഞ്ഞാൽ 2 മോളിക്യൂൾസിന് ഇടയ്ക്ക് നടക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ട്. എന്നാൽ ഒരാളിൽ തന്നെ നടക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രാമോളിക്കുലാർ. സാലിസിലിക് ആസിഡ് അതിന് എക്സാമ്പിൾ ആണ്, ഓർത്തോ നൈട്രോഫീനോൾ അതിന് എക്സാമ്പിൾ ആണ്. ഒരു മോളിക്യൂളിൽ തന്നെ ഹൈഡ്രജൻ ബോണ്ട് നടക്കുന്നതിന്. ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഹൈ ഡയറക്ഷനാലിറ്റി ഹൈ ആണ്, ശരിയാണ്. കാരണം ഹൈഡ്രജൻ ചുമ്മാ നടക്കുന്ന ഒരാളുമായിട്ട് ബോണ്ട് ഫോം ചെയ്യില്ല, അയാൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റുമായിട്ട് മാത്രമേ ബോണ്ട് ഫോം ചെയ്യൂ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. സ്പെഷ്യൽ ഡൈപ്പോൾ ഇൻട്രാക്ഷൻ ശരിയല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു ടൈപ്പ് ഓഫ് ഡൈപ്പോൾ ഇൻട്രാക്ഷൻ ആണ്, പക്ഷേ എന്നാൽ ഡൈപ്പോളിനെ കാട്ടി കുറച്ചും കൂടെ സ്ട്രോങ്ങറുമാണ്. HF2- ഈസ് ലീനിയർ വിത്ത് സ്ട്രോങ് HF ബോണ്ട് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ടിങ്. HF2- ലീനിയർ ആണ്, കാരണം എന്തുകൊണ്ടാ HF ഇതാണ് HF, വേറൊരു HFുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. കണ്ടോ, ഇവിടെ പാർഷ്യൽ പോസിറ്റീവും ഇവിടെ പാർഷ്യൽ നെഗറ്റീവും, ഇവിടെ പാർഷ്യൽ പോസിറ്റീവും പാർഷ്യൽ നെഗറ്റീവും. കണ്ടോ, ഇവർ പരസ്പരം അട്രാക്ട് ചെയ്യും. കണ്ടോ, ഇതാണ് HF2-. ഓക്കെ, രണ്ട് ഫ്ലൂറിനാണ് അല്ലേ, അപ്പം തിരിച്ച് ഇങ്ങനെ HF2-, പ്ലസും മൈനസും ക്യാൻസൽ ആയപ്പോൾ ഒരു മൈനസ് ചാർജ് വരും. HF2- ലീനിയർ സ്ട്രോങ്. ശരിയാണ്, 3 ഓപ്ഷൻസും ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആണ് ഓൾ ഓഫ് ദം ആർ കറക്റ്റ്. എല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ്. ഓൾ ഓഫ് ദം ആർ കറക്റ്റ്, എല്ലാം ശരിയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ഐഡിയ ആണ്, സിമ്പിളർ ഐഡിയ ആണ്, മനസ്സിലാക്കി വെച്ചോണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ 0.0523 ആൻഡ് 900.0. ഓക്കെ, അപ്പം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൻ്റെ എണ്ണം ഒന്ന് കണ്ടുപിടിക്കാം. എന്തായാലും ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല, ഈ 0യും സിഗ്നിഫിക്കൻ്റ് അല്ല, ഈ 5ഉം 2ഉം 3ഉം സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ദർ ഈസ് 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. ഓക്കെ, അടുത്തത് 9 എന്തായാലും സിഗ്നിഫിക്കൻറ്റ് ഫിഗർ ആണ്. ഡെസിമൽ പോയിന്റിന് മുന്നേ 0യ്ക്ക് മുന്നേ നമ്പർ വന്നാൽ അവർ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്, ഇതും സിഗ്നിഫിക്കൻ്റ് ആണ്. പോയിന്റിന് ശേഷം വരുന്ന സീറോസ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണ്. അല്ലാതെ ഇങ്ങനെ എഴുതിയാൽ ഇങ്ങനെ 0.00 എന്ന് എഴുതിയാൽ ഈ 0 സിഗ്നിഫിക്കൻ്റ് അല്ല. 90 പോയിന്റ് എന്ന് എഴുതിയാൽ ഈ 0 സിഗ്നിഫിക്കൻ്റ്. ഡെസിമൽ പോയിന്റ് മുന്നേ 0, അതിന് മുന്നേ നമ്പർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് സിഗ്നിഫിക്കൻ്റ്. പിന്നെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര 0 ഇട്ടാലും അതെല്ലാം സിഗ്നിഫിക്കൻ്റ്. സോ ഇവിടെ 4 സിഗ്നിഫിക്കൻ്റ് ഫിഗർ ഉണ്ട്. സോ 3 എണ്ണവും 4 എണ്ണവും. ഓപ്ഷൻ 5, 2, 4, 2, 3, 4. ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ഫസ്റ്റ് കേസിൽ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗറും സെക്കൻഡ് കേസിൽ 4 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. വിച്ച് മോളിക്യൂൾ ബിലോങ്സ് ടു C2V പോയിന്റ് ഗ്രൂപ്പ്? ക്ലിയർ ആണല്ലോ. C2V പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം C2V വരുന്ന ഒരുപാട് കേസസ് ഉണ്ട്. നമ്മളിപ്പോൾ 3-4 കേസുകൾ C2V പറഞ്ഞു. ബെൻഡ് ഷേപ്പ് ആകാം, അല്ലെങ്കിൽ നമ്മളുടെ സീസോ ഷേപ്പ് ആവാം, അല്ലെങ്കിൽ T ഷേപ്പ് ആകാം. ഇതിനെല്ലാം C2V പോയിന്റ് ഗ്രൂപ്പാണ്. നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഓരോ ആൾക്കാരെ എടുത്തിട്ട് ഇതിൽ ആർക്കാണ് C2V പോയിന്റ് ഗ്രൂപ്പ് എന്നുള്ളത് കണ്ടുപിടിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ആദ്യം SO2Cl2 എടുക്കാം. SO2Cl2. ഓക്കെ, SO2Cl2 എടുക്കാം. SO2Cl2ൽ സെൻട്രൽ ആറ്റം സൾഫറാണ്. സൾഫർ 16ാമത്തെ ഗ്രൂപ്പാണ്, 16ാമത്തെ ആളാണ്. അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് 6 ഇലക്ട്രോൺസ് ഉണ്ട്. ഞാൻ അതിനെ കൊടുക്കുന്നു. 1, 2, 3, 4, 5, 6. ഓക്കെ, എത്ര ഓക്സിജൻ വരുന്നു? 2 ഓക്സിജൻ. അപ്പോൾ ആദ്യത്തെ ഓക്സിജന് 1 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഓക്സിജന് 2 ഇലക്ട്രോൺ. അതായത് ഓക്സിജന് 2 ഇലക്ട്രോൺ വീതം വേണോടാ. അപ്പോൾ 2 ആയി. പിന്നെ 2 ഇലക്ട്രോൺ കൂടെ ഉണ്ട്. എത്ര ക്ലോറിൻ വരുന്നു? 2 ക്ലോറിൻ. ആദ്യത്തെ ക്ലോറിൻ, രണ്ടാമത്തെ ക്ലോറിൻ.
സോ മൊത്തം 4. സോ 4 ബോണ്ട് പെയർ, 4 ബോണ്ട് പെയറാണ് വന്നിരിക്കുന്നത്. 4 ബോണ്ട് പെയർ വരുമ്പോൾ ഏത് ഷേപ്പാ? നമ്മുടെ എന്താ ടെട്രാഹീഡ്രൽ ഷേപ്പാണ് അല്ലേ? ടെട്രാഹീഡ്രൽ ഷേപ്പാണ്. പക്ഷേ ടെട്രാഹീഡ്രൽ ആണെങ്കിൽ നമ്മൾ വരയ്ക്കുന്നത് SCl ഡബിൾ ബോണ്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത് അല്ലേ? അവിടെ നിൽക്കട്ടെ, കാരണം എനിക്കത് ടെട്രാഹീഡ്രൽ ആയിട്ടാണ് തോന്നുന്നത്. അവിടെ നിൽക്കട്ടെ, കുഴപ്പമില്ല, ടെട്രാഹീഡ്രൽ ആയിട്ട് തോന്നുന്നു. ഇവിടെ ഒരു കാര്യമുണ്ട്, ഞാനത് പറയാം. ടെട്രാഹീഡ്രൽ ആയിട്ട് എനിക്ക് തോന്നുന്നു. ടെട്രാഹീഡ്രൽ ആണ്, പോയിന്റ് ഗ്രൂപ്പ് അല്ല, ഷേപ്പ് ടെട്രാഹീഡ്രൽ ആണ്. പോയിന്റ് ഗ്രൂപ്പ് എന്താണെന്ന് പിന്നെ സംസാരിക്കാം. അടുത്തത് CHCl3 ആണ്. CHCl3 ഓക്കെ. അവിടെ സെൻട്രൽ ആറ്റം കാർബൺ ആണ്. കാർബൺ എന്ന് പറയുമ്പോഴത്തേക്ക് ആറാമത്തെ ആളാണ്. ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോൺ, 1 2 3 4. അതിൽ 3 എണ്ണം ക്ലോറിൻ, എന്താ 1 2 3 ബോണ്ട് പെയറും 3 ബോണ്ട് പെയറും. ഓക്കെ, അപ്പോൾ 3 എണ്ണം ക്ലോറിൻ ആണ്, ബാക്കി ഒരെണ്ണം ആര് വരും? ഹൈഡ്രജൻ വരും. അപ്പം 4 ബോണ്ട് പെയർ, അതും 4 ബോണ്ട് പെയർ ആണല്ലോ. ഓക്കെ, ഞാനത് വരയ്ക്കാം. CHCl. അപ്പോഴും നമ്മുടെ സംശയം, ഇതും ടെട്രാഹീഡ്രൽ അല്ലേ? അവിടെ നിൽക്കട്ടെ. അടുത്തത് N2O4 ആണ്. N2O4 ഈ മോളിക്യൂൾ നമ്മൾ എന്താ VSEPR തിരി വെച്ചിട്ടല്ല ഷേപ്പ് കണ്ടുപിടിക്കുന്നത്, അല്ലാതെ N2O4 മോളിക്യൂളിൻ്റെ ഷേപ്പ് നമ്മൾ നോർമലി പഠിക്കുന്നതാണ്. അതായത് B2H6 ഇതല്ലേ ഡൈബോറൈൻ, BH അല്ലേ? ബനാന ബോണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ B2H6 പോയിന്റ് ഗ്രൂപ്പ് ഞാൻ പറയാമേ, പഠിച്ചു വെച്ചോണം കേട്ടോ. B2H6 പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് D2H കേട്ടോ. D2H പോയിന്റ് ഗ്രൂപ്പാണ്. ഓക്കെ, അതാണ് N2O4. അതും പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. കുറച്ച് ആൾക്കാരെ കാണാതെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, എങ്കിലേ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ കിട്ടത്തില്ല കേട്ടോ. N2O4 പോയിന്റ് ഗ്രൂപ്പും D2H ആണ്. D2H N2O4 പോയിന്റ് ഗ്രൂപ്പ് ഇങ്ങനെയാണ്. N ഇറ്റ് ഈസ് സിംഗിൾ ബോണ്ട് O മൈനസ് ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O മൈനസ് ഡബിൾ ബോണ്ട് N2O4. ഇതാണ് നമ്മുടെ മോളിക്യൂൾ. റെസൊണൻസ് ആണ്. D2H പോയിന്റ് ഗ്രൂപ്പാണ് കേട്ടോ. D2H പോയിന്റ് ഗ്രൂപ്പാണ്. ഇൻവേർഷൻ സെൻറ്റർ ഉണ്ട്, I ഉണ്ട്, D2H ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് അപ്പോൾ എന്തായാലും ഓപ്ഷൻ സിയും അല്ല, ഓപ്ഷൻ ഡിയും അല്ല, കാരണം അത് രണ്ടിലും നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് വന്നിരിക്കുന്നത് D2H ആണ്. അപ്പോൾ രണ്ടുപേരുടെ പോയിന്റ് ഗ്രൂപ്പ് എക്സ്ട്രാ പഠിച്ചപ്പം ആരൊക്കെയാണ്? N2O4 B2H6, രണ്ടുപേർക്കും D2H ആണ് പോയിന്റ് ഗ്രൂപ്പ്. പിന്നെ ബാക്കി 2 പേര്, അപ്പം എന്തായാലും C2V പോയിന്റ് ഗ്രൂപ്പ് ആർക്കും വരുന്നില്ല, കാരണം D2H ബാക്കി 2 പേർക്കും ടെട്രാഹീഡ്രൽ ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം തന്നിരിക്കുന്ന ആളിൽ 2 എണ്ണം ഓക്സിജനും 2 എണ്ണം ക്ലോറിനോ ഏതെങ്കിലും 2 പേരെ വെച്ച് നിങ്ങൾ നോക്കിക്കേ. ഈ 2 ഓക്സിജനെ വെച്ചിട്ട് മാത്രം ഞാൻ നോക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഇത് ബെൻഡ് ഷേപ്പാണ്. എന്നാൽ ഈ 2 ക്ലോറിനെ വെച്ചിട്ട് മാത്രം നോക്കിയാലും ബെൻഡ് ഷേപ്പാണ്. അപ്പോൾ ഏതെങ്കിലും 2 പേര്, അപ്പം 4 പേരും ഡിഫറൻ്റ് ആടാ, സോറി 2 പേരാ, അതിൽ ഏതെങ്കിലും 2 പേരെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇറ്റ് ഈസ് C2V പോയിന്റ് ഗ്രൂപ്പ്, C2. എന്നാൽ ഇവിടെ നമുക്ക് 3 പേരെ വെച്ച് നോക്കാൻ പറ്റും, കാരണം 3 ക്ലോറിൻ ഉണ്ട്. അപ്പോൾ 3 പേരെ വെച്ച് നോക്കുമ്പോൾ ഇത് പിരമിഡൽ ഷേപ്പാണ്. ഹൈഡ്രജനെ മാറ്റിയേക്കുക, പിരമിഡൽ ഷേപ്പാകുമ്പോൾ ഇറ്റ് ഈസ് C3V പോയിന്റ് ഗ്രൂപ്പ്. സോ കൂട്ടത്തിൽ നമുക്ക് മാച്ചായിട്ട് വരുന്ന ആര് മാത്രമേ ഉള്ളൂ? നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ് C2V പോയിന്റ് ഗ്രൂപ്പായിട്ട് മാച്ച് ആവുന്നത്. കാരണം അവിടെ 2 പേരാണ്, അതിൽ 2 പേരെ എടുത്ത് 2 പേരെ ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് C2V പോയിന്റ് ഗ്രൂപ്പ് തന്നെ കിട്ടുന്നത്. അത് കണക്ക് തന്നെ CHCl3 നമ്മൾ 3 ക്ലോറിൻ എടുത്ത് ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ 3 ക്ലോറിൻ എടുത്ത് ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ C3V പോയിന്റ് ഗ്രൂപ്പാണ് കിട്ടുന്നത്. മറ്റേ CH മാത്രമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, മെജോറിറ്റി ഉള്ള ആൾക്കാരെ നോക്കിയെടുക്കുക. മറ്റേത് 2 ഒരേ എണ്ണം ആയതുകൊണ്ടാണ് നമ്മൾ 2 പേരെ വെച്ച് നോക്കുമ്പോഴേ നമുക്ക് ഏത് തന്നെ കിട്ടുന്നത്? C2V തന്നെ കിട്ടുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഡൈബോറൈൻ്റെയും N2O4 പോയിന്റ് ഗ്രൂപ്പ് പഠിച്ചു വെച്ചേക്കാം. നെക്സ്റ്റ്, ദ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് പോസിബിൾ ഫോർ കാർബൺ P2. P2-ന് എത്ര നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് പോസിബിൾ ആകുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് 2 രീതിയിലാണ് മൈക്രോസ്റ്റേറ്റുകൾ കണ്ടുപിടിക്കേണ്ടത്. ഒന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തരുമ്പോഴും, 2 നമ്മളുടെ ടേം സിമ്പിൾ തരുമ്പോഴും. 2 തമ്മിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ടേം സിമ്പിൾ ആകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് മുകളിലായിരിക്കും നമ്പർ തന്നേക്കുന്നത്, റൈറ്റ് സൈഡ് മുകളിൽ തന്നാൽ അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഇവിടെ തന്നേക്കുന്ന റൈറ്റ് സൈഡ് മുകളിലാണ്, സോ ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ലെഫ്റ്റ് സൈഡ് മുകളിൽ തന്നാൽ ഇങ്ങനെ തന്നാൽ P2, ഇങ്ങനെ തന്നാൽ അതെന്തായി? ടേം സിമ്പിളായി. അപ്പം ഇങ്ങനെ തന്നാൽ അത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും, ഇങ്ങനെ തന്നാൽ അത് ടേം സിമ്പിളുമാണ്.
അപ്പം അത് രണ്ടൊന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. നമുക്കിപ്പോൾ തന്നേക്കുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. എന്നാൽ ടേം സിമ്പിൾ വെച്ചിട്ടുള്ളത് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണെങ്കിൽ നമ്മൾ മൈക്രോസ്റ്റേറ്റുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത്, നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ദി ഹോൾ ഫാക്ടോറിയൽ. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. നിങ്ങൾ പ്രോബബിലിറ്റിയിലൊക്കെ നമ്മൾ മാത്സിൽ കേൾക്കുന്ന ഒരു ഇക്വേഷനാണ്. n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ദി ഹോൾ ഫാക്ടോറിയൽ. ഇതാണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ദി ഹോൾ ഫാക്ടോറിയൽ. ഇതാണ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ ദി ഹോൾ ഫാക്ടോറിയൽ. ഓക്കെ, നമുക്ക് എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തേക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ എത്ര ഇലക്ട്രോൺ മാക്സിമം കൊള്ളും. നമ്മൾ എടുത്തേക്കുന്ന പി ഓർബിറ്റലാണ്. പി ഓർബിറ്റലിൽ മാക്സിമം കൊള്ളുന്നത് 10 ഇലക്ട്രോൺസാണ്. സോ മുകളിൽ വരുന്നത് 10ൻ്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, ഇനി 6 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ അതിൽ എത്ര എണ്ണം കൊണ്ടിട്ടുണ്ട്, ഇപ്പോൾ 2 എണ്ണമേ കൊണ്ടിട്ടുള്ളൂ. സോ 2ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ. n ടോട്ടൽ കൊള്ളുന്ന എമൗണ്ട് 10, 6 ഇപ്പോൾ കൊണ്ടത് 2, അപ്പോൾ 10 മൈനസ് 2 8, 8ൻ്റെ ഫാക്ടോറിയൽ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 10ൻ്റെ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 8ൻ്റെ ഫാക്ടോറിയൽ. ഈ 10ൻ്റെ ഫാക്ടോറിയൽ നമുക്ക് ഇങ്ങനെ എഴുതാം, നിങ്ങൾക്ക് അറിയാമായിരിക്കും. 8ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 9 ഇൻറ്റു 10 ശരിയല്ലടാ. കാരണം 10ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പം 5ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 5. അപ്പോൾ ആദ്യത്തെ ഈ 4 എണ്ണത്തിനെയും കൂടെ ചേർത്തുവാണെങ്കിൽ നമുക്ക് 4ൻ്റെ ഫാക്ടോറിയൽ എന്ന് എഴുതാം, 4ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ 3ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 4 ഇൻറ്റു 5 എന്ന് എഴുതാം. അല്ലേ, 3ൻ്റെ 1 2 3 വരെയുള്ളത് 3ൻ്റെ ഫാക്ടോറിയലാണ്, പിന്നെ 4 5. അതാണ് ഞാനിവിടെ എനിക്ക് 8 8 കൂടെ കട്ട് ചെയ്ത് പോകാനാണ്. അപ്പോൾ ഞാൻ 8ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു പിന്നെ അതിനുശേഷം 9ഉം 10. ഓക്കെ, ഡിവൈഡഡ് ബൈ 8ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 2ൻ്റെ ഫാക്ടോറിയൽ 1 ഇൻറ്റു 2, 8ൻ്റെ ഇതും കട്ടായി ഇതും കട്ടായി പോയി 5 വരും. 9 ഇൻറ്റു 5 45. സോ 45 മൈക്രോസ്റ്റേറ്റ്സുകളാണ് പോസിബിൾ ആയിട്ടുള്ളത്. 45 അല്ലേ? അല്ലേ, ആ 45 ആണല്ലോ. ഓ, മൈ മിസ്റ്റേക്ക്. കാരണം പിക്കകത്ത് മാക്സിമം കൊള്ളുന്നത് 10 അല്ല, 6 ആണ്. സോറി, ഞാൻ ഡി ആക്കി എടുത്തു കേട്ടോ. ഓ മൈ ഗോഡ്, മിസ്റ്റേക്ക്. കാരണം പിക്കകത്ത് മാക്സിമം കൊള്ളുന്നത് 10 അല്ല, 6 ആണ്. സോറി, ഞാൻ ഡി ആക്കി എടുത്തു കേട്ടോ, അതാണ് മിസ്റ്റേക്ക് വന്നത്. 6ൻ്റെ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ ഇപ്പോൾ കൊണ്ടേക്കുന്നത് 2 ഡിവൈഡ് ബൈ 6 മൈനസ് 2 4ൻ്റെ ഫാക്ടോറിയൽ. ഓക്കെ, 6ൻ്റെ ഫാക്ടോറിയൽ ഞാൻ 4ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 5 ഇൻറ്റു 6 എന്ന് എഴുതുകയാണ്, ഡിവൈഡഡ് ബൈ 2ൻ്റെ ഫാക്ടോറിയൽ ഇൻറ്റു 4ൻ്റെ ഫാക്ടോറിയൽ. കട്ട് ചെയ്ത് പോകുന്നു. 2ൻ്റെ ഫാക്ടോറിയൽ ഇവിടെ കട്ടുന്നത് 5 ഇൻറ്റു 2 അല്ല 3, 5 ഇൻറ്റു 3, 5 ഇൻറ്റു 3 15. ഇനി അത് ടേം സിമ്പിൾ ആണെങ്കിൽ നമ്മൾ എന്താ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് കണ്ടുപിടിക്കുന്നത് 2s+1 ഇൻറ്റു 2l+1 ആണ്. 2s+1 ഇൻറ്റു 2l+1. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മളൊരു ടേം സിമ്പിൾ എഴുതുന്നത്. ടേം സിമ്പിൾ എഴുതുന്നത് 2s+1 lj, ഇങ്ങനെയാണ് നമ്മൾ ടേം സിമ്പിൾ എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതും നമ്മുടെ ഇക്വേഷനും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഈ 2s+1 പകരമാണ് ഏത് 2 എന്ന് പറയുന്ന നമ്പർ വന്നേക്കുന്നത്. സോ 2s+1 പകരം 2. ഓക്കെ, ഇനി 2l+1. അപ്പം എല്ലിൻ്റെ വാല്യൂ ഉണ്ട്, എല്ലിൻ്റെ വാല്യൂ ആണ് പി. നമുക്കറിയാം എസിൻ്റെ വാല്യൂ 0, പിയുടെ വാല്യൂ 1, ഡിയുടെ വാല്യൂ 2, എഫിൻ്റെ വാല്യൂ 3. ഇങ്ങനെയാണ് പോകുന്നത് അല്ലേ. അപ്പം അതിനകത്ത് പി ആണ്, പി 1 ആണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 1 ആണ്. സോ 2 ഇൻറ്റു 1 + 1, 2 ഇൻറ്റു 1 2, 2 + 1 3, 3 ഇൻറ്റു 2 നമുക്ക് 6. 6 മൈക്രോസ്റ്റേറ്റ്സ് ആണ് ഈ P2 എന്ന് പറയുന്ന ടേമിന് അവൈലബിൾ ആയിട്ടുള്ളത്. 15 മൈക്രോസ്റ്റേറ്റ്സ് ആണ് P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷന് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ P2 എന്ന് പറയുന്ന ടേമിന് 6 മൈക്രോസ്റ്റേറ്റ്സും P2 എന്ന് പറയുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷന് 15 മൈക്രോസ്റ്റേറ്റ്സുകളും അവൈലബിൾ ആണ്. ക്ലിയർ? ഓക്കെ, മൂവിങ്. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് 11.4 ഇലക്ട്രോൺ വോൾട്ട്. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഈസ്, വേവ് ലെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കൈനറ്റിക് എനർജി നമുക്ക് തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജി നമുക്ക് തന്നിട്ടുണ്ട്. കൈനറ്റിക് എനർജിക്ക് 11.4 ഇലക്ട്രോൺ വോൾട്ട് ആണ് കൈനറ്റിക് എനർജി. ഇലക്ട്രോൺ വോൾട്ട് 11.4 ഇലക്ട്രോൺ വോൾട്ട്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണ്. നമുക്ക് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് എന്ന് കേൾക്കുമ്പോഴേ ഡി ബ്രോഗ്ലിയുടെ ഇക്വേഷൻ ആണ് മനസ്സിൽ വരുന്നത്. സോ ലാംഡ = h/mv ആണ് നമ്മുടെ മൈൻഡിലുള്ളത് അല്ലേ. ലാംഡ എന്ന് പറയുന്നത് h/mv. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് കൈനറ്റിക് എനർജി എന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ കൈനറ്റിക് എനർജി ഇക്വേഷൻ എന്ന് എഴുതാമേ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഇക്വേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അറിയാവുന്നതാണ്, 12mv² ആണ്.
കൈനറ്റിക് എനർജി അല്ലേ, ഹാഫ് എം വി സ്ക്വയർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, മുകളിലും താഴെയും ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ദാ ഈ കൈനറ്റിക് എനർജിയിൽ ഇവിടെയും ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും ഒരു എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെ മുകളിലും താഴെയും എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വലിയ വ്യത്യാസം വരത്തില്ലല്ലോ, കാരണം രണ്ടിടത്ത് ഒരേ കണക്ക് കട്ട് ചെയ്ത് പോകുമ്പോൾ പഴയ കണക്ക് തന്നെയല്ലേ കിട്ടത്തുള്ളൂ. അത് ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുന്നു. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എം എം സ്ക്വയർ പിന്നെ ഒരു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എം അല്ലേ, അതായത് ഹാഫ് എം അല്ലേ എം വി ദ ഹോൾ സ്ക്വയർ അല്ലേ കൈനറ്റിക് എനർജി. ഈ എം വി ആണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്, മൊമെൻറ്റോ എന്ന് വിളിക്കുന്നത് അല്ലേ. ഈ എം വി ആണ് നമ്മൾ മൊമെൻറ്റോ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ എം വി കണ്ടുപിടിക്കണം. അതിനകത്തുനിന്ന് എം വി എന്ന് പറയുന്നത് എം വി √2m കൈനറ്റിക് എനർജി. ശരിയാണോടാ? √2m കൈനറ്റിക് എനർജി, 2m കൈനറ്റിക് എനർജി ശരിയല്ലേ? സോ ഞാൻ ഇക്വേഷൻ എഴുതുന്നു. ലാംഡ ഇസ് ഇക്വൽ ടു h/√2m കൈനറ്റിക് എനർജി. കണ്ടോ, ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവുന്നതാടാ. പിന്നെ ഞാൻ എങ്ങനെ വന്നു എന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം ഡി ബ്രോഗ്ലി ഇക്വേഷനാണ്, പക്ഷേ ചോദിച്ചേക്കുന്നത് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ആണെങ്കിലും തന്നിരിക്കുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പം ഡി ബ്രോഗ്ലി വേവ് ലെങ്തും കൈനറ്റിക് എനർജി കൂടെ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ എടുക്കണം. ആ ഇക്വേഷനാണ് ഇത്. ലാംഡ ഇസ് ഇക്വൽ ടു h/√2m കൈനറ്റിക് എനർജി. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ലാംഡ ഇസ് ഇക്വൽ ടു നമുക്ക് എച്ചിൻ്റെ വാല്യൂ അറിയാം. എന്തുവാ? 6.626 ഇൻറ്റു അല്ലേ, 6.626 ഇൻറ്റു 10⁻⁻34 ജൂൾ സെക്കൻഡ് അല്ലേ, ജൂളാണ്. പിന്നെ നമുക്ക് കൈനറ്റിക് എനർജി വന്നേക്കുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. ഇലക്ട്രോൺ വോൾട്ടിനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യുക? ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യുക, എങ്കിലും നമുക്ക് ജൂൾ കട്ട് ചെയ്ത് പോകത്തുള്ളൂ. ഇലക്ട്രോൺ വോൾട്ടിനെ എങ്ങനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാം? നമുക്കറിയാം ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്, ഓക്കെ 1 സെക്കൻഡ്, ഞാൻ യൂണിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത് 1.602 ഇൻറ്റു 10⁻⁻19 ജൂൾസ് ആണ്. ഓക്കെ, അപ്പം അതും കൂടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് √2 ഇൻറ്റു മാസ് എത്ര? ഇലക്ട്രോണിൻ്റെ മാസ്, ഇലക്ട്രോൺ അല്ലേ, 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു ഓക്കെ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഇലക്ട്രോൺ വോൾട്ടിലാണ്. 1 ഇലക്ട്രോൺ വോൾട്ട് അത്രയും ജൂളാണ്. സോ 11.4 ഇൻറ്റു അല്ലേ എത്ര ജൂളാ? 1.602 ഇൻറ്റു 10⁻⁻19. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, മുകളിലും താഴെ ഒന്ന് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ വാല്യൂസ് എല്ലാം എന്താ മീൻസ് അത് മാറിപ്പോകും നമുക്ക്. ഞാനൊന്ന് ചെയ്ത് നോക്കാം എന്തായാലും ക്വസ്റ്റ്യൻ എത്ര കിട്ടുമെന്നുള്ളത്. ജൂളിലാക്കാൻ മറന്നു പോയില്ല, കാണെങ്കിൽ ജൂളും കൂടെ കട്ട് ചെയ്ത് പോകത്തുള്ളൂ കേട്ടോ. ഓക്കെ, ഓക്കെ ചെയ്ത് നോക്കാം. ആദ്യം റൂട്ടിൽ ചെയ്യാം. 2 ഇൻറ്റു 9.1 ഇൻറ്റു 10⁻⁻31 അല്ലേ, അതേ ഇൻറ്റു 11.4 ഇൻറ്റു 1.6022 ഇൻറ്റു 10⁻⁻19. ഓക്കെ, അത് കിട്ടി. എനിക്ക് കിട്ടിയേക്കുന്ന വാല്യൂ അത് ചെയ്തപ്പോഴത്തേക്ക് കിട്ടിയേക്കുന്നത്, അതിൻ്റെ റൂട്ട് എടുക്കണം അല്ലേ, റൂട്ട് ഇറ്റ് ഈസ് 1.823 ഇൻറ്റു 10⁻24 ആണ്. ഇതാണ് എനിക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ, 24 ആണ്. അത്രയുമാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അതിനെ പിന്നെ ഞാൻ മറ്റേതിനെ പിന്നെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. വാല്യൂ എന്ന് പറഞ്ഞ് 6.62 ഓക്കെ 10 ഓക്കെ ചെയ്ത് നോക്കാം. 6.626 ഇൻറ്റു 10⁻⁻34 ഡിവൈഡഡ് ബൈ 1.82 ഇൻറ്റു 10⁻⁻24. ഓക്കെ, 6.626 ഡിവൈഡഡ് ബൈ 1.82 ഇറ്റ് ഈസ് 364. ഓപ്ഷൻ ഡി 3.64 ആണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, അതേ ഇൻറ്റു ഇതങ്ങ് മുകളിൽ പോകുമ്പോൾ 10⁻24 ആവും. രണ്ടും കൂടെ ചെയ്യുമ്പോൾ 10⁻⁻10 വരും അല്ലേ. പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ പൈക്കോമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. പൈക്കോമീറ്റർ 10⁻12 മീറ്ററാണ്.
അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു, ഇവിടെയും ഒരു 10 സ്ക്വയർ കൊണ്ട് ഇൻറ്റു ചെയ്യുന്നു, 10 സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇൻറ്റു ചെയ്യുമ്പോൾ 364 ആവും. ഇത് മുകളിൽ പോകുമ്പോൾ -2 ആവും, അതായത് 10⁻⁻12 ആവും. ദാറ്റ് ഈസ് 364 പൈക്കോമീറ്റർ. ഓപ്ഷൻ ഡി. സെയിം ഒരു ഐഡിയയിൽ നിന്ന് തന്നെ ചെയ്യുന്നൊരു ക്വസ്റ്റ്യനാണ്. ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. സിമ്പിൾ ഐഡിയ ആണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. പിന്നെ പ്രോബ്ലം ചെയ്യാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ ജസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 10⁻⁻31 10 41 50 വരും. 10⁻⁻50 അല്ലേ? പിന്നെ വാല്യൂസ് ഒക്കെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക എത്ര കിട്ടുന്നത്. അതായത് പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ്, സെയിം പോയിന്റ് ഗ്രൂപ്പ് പെയർ. ഇതിനകത്ത് ഏതിനാണ് സെയിം പോയിന്റ് ഗ്രൂപ്പ് എന്നാണ് നമുക്ക് ആൾക്കാരേക്ക് ഒന്ന് നോക്കാം. എന്നിട്ട് ഒരേ ഷേപ്പ് വരുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഓപ്ഷൻ എ H2S അതേ കണക്ക് തന്നെ SO2 ഒരേ കണക്ക് വരുന്നുണ്ടോ നോക്കിയാൽ മാത്രം മതിയടാ. സെൻട്രൽ ആറ്റം സൾഫർ ആണ് അല്ലേ? അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6. ഇവിടെയും സൾഫർ തന്നെ. 1 2 3 4 5 6. സെയിം പോയിന്റ് ഗ്രൂപ്പ് വരുന്ന പെയറാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 6. അപ്പം ഇതിനകത്ത് 2 ഹൈഡ്രജൻ ആണല്ലേ? സോ ആദ്യത്തെ 2 ഹൈഡ്രജൻ. സോ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ലീനിയർ ഷേപ്പാണ്. അവിടെയോ ഇത് വന്ന് കൊണ്ടുപോകുന്നു, ഇത് വന്ന് കൊണ്ടുപോകുന്നു. 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും. H2Sഉം സെയിം പോയിന്റ് ഗ്രൂപ്പ് വരുന്ന പെയറല്ലേ? ഓപ്ഷൻ എ ആണല്ലോ കൊടുത്തേക്കുന്നത്. 1 സെക്കൻഡേ ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ, ഓപ്ഷൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന്. ഓക്കെ, എന്തായാലും നോക്കാം. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരുമ്പോഴത്തേക്ക് നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്നത് വി ഷേപ്പാണ് അല്ലേ? വി ഷേപ്പ്. 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ആകുമ്പോഴും വി ഷേപ്പാണ്. 2 വി ഷേപ്പാണ് കേട്ടോ, എൻ്റെ മിസ്റ്റേക്ക്. 2 വി ഷേപ്പാണ് അല്ലേ? 2 ബോണ്ട് പെയറും 2 ലോൺ പെയർ ആകുമ്പോഴും വി ഷേപ്പാണ്. 2 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആകുമ്പോഴും വി ഷേപ്പാണ്. അതായത് ഇവിടുത്തെ പോയിന്റ് ഗ്രൂപ്പ് C2V ആണ്, ഇവിടുത്തെ പോയിന്റ് ഗ്രൂപ്പും C2V ആണ്. രണ്ടും C2V പോയിന്റ് ഗ്രൂപ്പാണ്. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. രണ്ടാമത്തെ ചെയ്ത് നോക്കണം. BCl3 PCl5. BCl3 PCl5 സെൻട്രൽ ആറ്റം ബോറോൺ ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3. സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5. എത്ര ക്ലോറിൻ? 3 ക്ലോറിൻ. സോ ദാറ്റ് ഈസ് 3 ബോണ്ട് പെയർ, 0 ലോൺ പെയർ. അപ്പുറത്തോ 5 ക്ലോറിൻ. 1 2 3 4 5. സോ 5 ബോണ്ട് പെയറും 0 ലോൺ പെയറും. ഇവിടുത്തെ ഷേപ്പ് ട്രയഗണൽ പ്ലാനാർ. ട്രയഗണൽ പ്ലാനാർ. അവിടുത്തെ ഷേപ്പ് ട്രയഗണൽ ബൈ പിരമിഡൽ. രണ്ടും D3H ആണല്ലോ. BCl3യും PCl5ഉം D3H ആണല്ലോ. D3H D3H ശരിയല്ലേ? ഓക്കെ, 1 സെക്കൻഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. ഞങ്ങൾ ഓപ്ഷൻ ബിയും വരണമല്ലോ. ആരൊക്കെയാ? BCl3യും PCl5ഉം അല്ലേ? BCl3യും ആൻഡ് PCl5ഉം രണ്ടിനും D3H പോയിന്റ് ഗ്രൂപ്പ് ആണല്ലോടാ. പിന്നെന്താ പ്രശ്നം? അപ്പോൾ ഓപ്ഷൻ ബിയും വരണമല്ലോ. BCl3ക്കും PCl5നും D3H പോയിന്റ് ഗ്രൂപ്പ്. രണ്ടുപേർക്കും D3H ആണല്ലോ. ഓക്കെ, അത് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. അപ്പോൾ എന്തോ രണ്ടുപേർക്കും ഞാൻ കണ്ടുപിടിച്ചപ്പോഴും നമുക്ക് D3H തന്നെ വന്നേക്കുന്നത്. കാരണം രണ്ടുപേർക്കും ട്രയഗണൽ പ്ലാനാറാണ്. 3 ബോണ്ട് പെയർ 0 ലോൺ പെയർ, 5 ബോണ്ട് പെയർ 0 ലോൺ പെയർ കേട്ടോ. അപ്പോൾ ഓപ്ഷൻ ബിയും ആൻസറാണ്, ഓപ്ഷൻ എയും ആൻസറാണ് കേട്ടോ. PCl3യും ICl3യും സെയിം പോയിന്റ് ഗ്രൂപ്പ് ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. PCl3യും അതേ കണക്ക് തന്നെ ICl3. പി സെൻട്രൽ ആറ്റം ഫോസ്ഫറസ് ആണ്. 5 എണ്ണം അല്ലേ? 1 2 3 4 5. അയഡിൻ നോബൽ ഗ്യാസ് ഫാമിലി, സോറി ഹാലജൻ ഫാമിലിയാണ്. 7 എണ്ണം അല്ലേ? 1 2 3 4 5 6 7. ഇവിടെ 3 ക്ലോറിൻ. സോ 3 ബോണ്ട് പെയറും
ഒരു ലോൺ പെയർ. ഇതേത് ഷേപ്പാണ്? പിരമിഡൽ ഷേപ്പ്. ഏതാ പോയിന്റ് ഗ്രൂപ്പ്? C3V പോയിന്റ് ഗ്രൂപ്പ്. പിരമിഡലിന് C3V പോയിന്റ് ഗ്രൂപ്പ്. മറ്റേത് 3 ക്ലോറിൻ വരുന്നു. സോ 3 ബോണ്ട് പെയറും 1 2 2 ലോൺ പെയറും. 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും വരുമ്പോഴത്തേക്ക് ടി ഷേപ്പാണ്. ടി ഷേപ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഷേപ്പ് വരുന്നത് C2V ആണ്. C2V. ഒന്ന് C3V ഒന്ന് C2V. അത് തെറ്റാ. ശരിയാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ കറക്റ്റ് ആണോ എന്ന്. PCl3യും ICl3 അല്ലേ? PCl3യും ICl3. ഇറ്റ് ഈസ് PCl3യും ദാറ്റ് ഈസ് ICl3. ഓക്കെ. PCl3യുടെ C3V ആണ്, ICl3 C2V ആണ്. ശരിയാണ്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയെന്നു കേട്ടോ, ഒന്നും കൂടെ തെറ്റ് വരരുതല്ലോ. അപ്പം എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റാം. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് പഠിച്ചു വെക്കുക. അതുകൊണ്ടാണ് ഒന്ന് ചെക്ക് ചെയ്ത് കൂടെ നോക്കുന്നത് കേട്ടോ. CO2 ആൻഡ് SO2 അതും കൂടെ ചെയ്ത് നോക്കാം. CO2 സെൻട്രൽ ആറ്റം കാർബൺ ആണ്. ഔട്ടർ മോസ്റ്റിൽ 4 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4. എത്ര ഓക്സിജൻ വന്നു? 2 ഓക്സിജൻ അല്ലേ? 2 ഓക്സിജൻ. 2 ബോണ്ട് പെയർ ആണ്. അപ്പോൾ ലീനിയർ ഷേപ്പാണ്. പിന്നെ രണ്ടിടത്ത് ഓക്സിജൻ ആയതുകൊണ്ട് D ഇൻഫിനിറ്റി H. നമ്മളത് ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് തന്നെ കണ്ടിട്ടുണ്ട്, തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യനിൽ. അടുത്തത് SO2 ആണ്. SO2 ഞാൻ ഇവിടെ ചെയ്യാമേ. SO2 സെൻട്രൽ ആറ്റം സൾഫറാണ്. 6 ഇലക്ട്രോൺസ്. 1 2 3 4 5 6. എത്ര ഓക്സിജൻ? 2 ഓക്സിജൻ. ആദ്യത്തെ ഓക്സിജൻ, രണ്ടാമത്തെ ഓക്സിജൻ. 2 ബോണ്ട് പെയറും 1 ലോൺ പെയർ. ഏത് ഷേപ്പാണ്? 2 ബോണ്ട് പെയർ 1 ലോൺ പെയർ ആയപ്പോൾ V ഷേപ്പ് ആയപ്പോൾ ഏത് പോയിന്റ് ഗ്രൂപ്പാണ്? C2V പോയിന്റ് ഗ്രൂപ്പാണ്. ദാറ്റ് ഈസ് ഒരെണ്ണം D ഇൻഫിനിറ്റി Hഉം ഒരെണ്ണം C2V പോയിന്റ് ഗ്രൂപ്പുമാണ്. ഓപ്ഷൻ ഡിയും തെറ്റാണ്. പിന്നെന്താ ഇത്? ഈ ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും വന്നു കേട്ടോ. SO2 H2SO ഓക്കെ. BCl3യും PCl5യും ഒരേ ഷേപ്പ് തന്നെയാണ്, ഒരേ പോയിന്റ് ഗ്രൂപ്പ് തന്നെ. ഷേപ്പ് ട്രയാങ്കിൾ പ്ലാനറും ഒന്ന് ട്രയാങ്കിൾ ബൈ പിരമിഡലുമാണ്. ഷേപ്പ് വ്യത്യാസമാണ്, പക്ഷേ പോയിന്റ് ഗ്രൂപ്പ് സെയിമാണ്. രണ്ടും D3H ആണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴും D3H തന്നെ കിട്ടിയേക്കുന്നു കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എയും വരും, ഓപ്ഷൻ ബിയും വരും കേട്ടോ. രണ്ടും വരും. സെയിം പോയിന്റ് ഗ്രൂപ്പും സെയിം ഷേപ്പും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ മാറ്റം വന്നേനെ. ഡി ഓർബിറ്റൽ ഇൻ sp3d ഹൈബ്രിഡൈസേഷൻ അല്ലെ? sp3d ഒരു എസും പിന്നെ 3 പിയും 1 ഡിയും അല്ലേ? അതിൽ ഏത് ഡി ആണ് യൂസ് ചെയ്തതെന്ന? കാരണം നമുക്ക് ഡി ഒരുപാടെണ്ണം ഉണ്ട്. ഏതൊക്കെയുണ്ട്? DXY ഉണ്ട്, DXZ ഉണ്ട്, DYZ ഉണ്ട് അല്ലേ? DX² - Y² ഉണ്ട്, DZ² ഉണ്ട്. ഇതിൽ ഏത് യൂസ് ചെയ്തു എന്നാണ് അവരുടെ ക്വസ്റ്റ്യൻ. ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? എല്ലാവർക്കും നോർമലി അറിയാവുന്ന കേസ്. ഏതായിരിക്കും യൂസ് ചെയ്യുന്നത്? DZ² അല്ലേ? Z ആക്സിസ് DZ². ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. DZ² ആണ് നമ്മൾ sp3d ഹൈബ്രിഡൈസേഷനിൽ യൂസ് ചെയ്യുന്നത്. കറക്റ്റ് അല്ലേ? ഓക്കെ. അവിടെയാണ് നമുക്ക് മറ്റേ ടെട്രഗണൽ ഇലോങ്ങേഷനും ടെട്രഗണൽ കംപ്രഷനും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പഠിക്കുന്നുണ്ട്. ഷേപ്പ് ഓഫ് SO4 ആൻഡ് XCF4 അക്കോർഡിംഗ് ടു VSEPR തിയറി. VSEPR തിയറി അനുസരിച്ച് SO4ൻ്റെയും XCF4ൻ്റെയും ഷേപ്പാണ്. നോക്കാം. SO4 സെൻട്രൽ ആറ്റം സൾഫർ ആണ്. അവസാനത്തെ ഷെല്ലിൽ 6 ഇലക്ട്രോൺസ് ഉണ്ട്. 1 2 3 4 5 6. എത്ര ഫ്ലോറിൻ വരുന്നു? 4 ഫ്ലോറിൻ. 1 2 3 4. ദാറ്റ് ഈസ് 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും. 4 ബോണ്ട് പെയറും 1 ലോൺ പെയറും. 4 ബോണ്ട് പെയർ 1 ലോൺ പെയർ വരുമ്പോഴത്തേക്ക് ഷേപ്പ് സീസോ ആണ്. മൊത്തം 5 എണ്ണത്തിൽ 4 എണ്ണേ ബോണ്ട് പെയർ ഉള്ളൂ. ദാറ്റ് ഈസ് സീസോ. ഇറ്റ് ഈസ് സീസോ ഷേപ്പ്. ഓക്കെ. അടുത്തത് XCF4 ആണ്. സെനോൺ ഹെക്സാ ഫ്ലൂറൈഡ്. XCF4 സെൻട്രൽ ആറ്റം സെനോൺ ആണ്. 1 2 3 4 5 6 7 8. കാരണം സെനോൺ ഒരു നോബിൾ ഗ്യാസ് ഫാമിലിയാണ്. നോബിൾ ഗ്യാസസിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. സോ സെനോണിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഫ്ലൂറിനാണ് വന്നേക്കുന്നത്? 4 ഫ്ലൂർ അല്ലേ? 1 2 3 4. ദാറ്റ് ഈസ് 4 ബോണ്ട് പെയറും 1 2 ലോൺ പെയറും. 4 ബോണ്ട് പെയറും 2 ലോൺ പെയറും. അതായത് 4 2 മൊത്തം 6. അതായത് ഒക്ടാഹീഡ്രൽ ആയിരുന്നു, അതിൽ 2 എണ്ണം ലോൺ പെയർ ആയി. ഇറ്റ് ഈസ് സ്ക്വയർ പ്ലാനാർ അല്ലേ? പോയിന്റ് ഗ്രൂപ്പ് വരുമ്പോൾ C2V ആകുമ്പോഴത്തേക്ക് C2V പോയിന്റ് ഗ്രൂപ്പാണ്. എപ്പോഴും തിരിഞ്ഞു പോകുന്ന കേട്ടോ ഈ സ്ക്വയർ പ്ലാനാർ. 1 സെക്കൻഡ്. സ്ക്വയർ പ്ലാനാറിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് C4V ആണോ D4H ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. സ്ക്വയർ പ്ലാനാർ ആകുമ്പോഴത്തേക്ക്
സ്ക്വയർ പ്ലാനർ D4H ആണ് കേട്ടോ. D4H. ഇറ്റ് ഈസ് D4H. D4H പോയിന്റ് ഗ്രൂപ്പ് മനസ്സിലാക്കി വെച്ചേക്കുക. എന്തായാലും ഷേപ്പ് എന്തൊക്കെ വന്നേക്കുന്നത് സീസോയും സ്ക്വയർ പ്ലാനാറും. സീസോ ശരിയാണ്, ടെട്രാഹീഡ്രലല്ല. സീസോ ശരിയാണ്, സ്ക്വയർ പ്ലാനറും ശരിയാണ്. സീസോ സ്ക്വയർ പ്ലാനർ ഓപ്ഷൻ ബി. ടെട്രാഹീഡ്രൽ തെറ്റാണ്, സ്ക്വയർ പിരമിഡിൽ തെറ്റാണ്. ടെട്രാഹീഡ്രൽ തെറ്റ്, ടി ഷേപ്പും തെറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. നെക്സ്റ്റ്, റേഡിയൽ നോഡ് ഓഫ് 5D ഉണ്ട്. ഇത് പല ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. പല എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1ൻ്റെ മാത്രം ഞാൻ അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. അപ്പം അതിൽ ഞാൻ റേഡിയൽ നോഡ് പിന്നെയും ചോദിച്ചിട്ടുണ്ട് ഒരു എക്സാമിന്. സോ റേഡിയൽ നോഡ് ഓഫ് 5D ഓർബിറ്റൽ. 5D ഓർബിറ്റലിൻ്റെ റേഡിയൽ നോഡാണ് 5D ആണ്. റേഡിയൽ നോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? n-l-1 ആണ്. ഇതാണ് റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ. അതിൽ n-ൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, എല്ലിൻ്റെ വാല്യൂ ഡി അല്ലേ, SP-D മൂന്നാമത്തെ ആളാണ്. 0 1 2 ആണ് എല്ലിൻ്റെ വാല്യൂ. സോ റേഡിയൽ നോഡിൻ്റെ എണ്ണം n-l-1 ആണ്. അതായത് 5 - 2 - 1 -2 -1 -3 വരും. ദാറ്റ് ഈസ് 5 - 3 ദാറ്റ് ഈസ് 2 വരും. 2 ആണ് റേഡിയൽ നോഡിൻ്റെ എണ്ണം. സോ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്. റേഡിയൽ നോഡ് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ആംഗുലാർ നോഡുണ്ട്. ആംഗുലാർ നോഡ് L ആണ്. അതേ കണക്ക് തന്നെ നോഡൽ പ്ലെയിൻ ഉണ്ട്. നോഡൽ പ്ലെയിനിൻ്റെ വാല്യൂവും L ആണ്. ആംഗുലാർ നോഡും L ആണ്, അതേ കണക്ക് തന്നെ നോഡൽ പ്ലെയിനും L ആണ് കേട്ടോ. ആംഗുലാർ നോഡും അതേ കണക്ക് തന്നെ നോഡൽ പ്ലെയിനും. പിന്നെ ടോട്ടൽ നോഡുകളുണ്ട്. ടോട്ടൽ നോഡ്. ഈ ടോട്ടൽ നോഡ് എന്ന് പറയുന്നത് റേഡിയൽ നോഡും ആംഗുലാർ നോഡും കൂടെ കൂട്ടുന്നത്. റേഡിയൽ നോഡും ആംഗുലാർ നോഡും കൂടെ കൂട്ടുന്ന ടോട്ടൽ നോഡ്. ടോട്ടൽ നോഡ് കണ്ടുപിടിക്കുന്നത് n-1. ഓക്കെ.